السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلي من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ നമ്മൾ ഇന്നലെ ചെയ്തത് 52-ാമത്തെ ആയത്ത് വരെയാണ് അല്ലെ. അപ്പം എന്താണ് നമ്മൾ കണ്ടത്? ബനി ഇസ്രായേലിനെ കുറിച്ച്. അവര് നന്ദിയുള്ളവരായിരുന്നു എന്നുള്ളത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ രക്ഷപ്പെടുത്തി. അത് വലിയ ഒരു പ്രയാസത്തിൽ നിന്ന് വളരെ ഭീകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടുത്തലായിരുന്നു അല്ലെ. എന്നിട്ട് അവര് നന്ദിയുള്ളവരായിരുന്നു ഇല്ലാന്ന് നമ്മൾ കണ്ടു അല്ലെ. അതായത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുന്നതിന് പകരം അവര് വേറെ എന്തിനോ ആ ഹക്ക് വേറെ എന്തിനോ കൊടുത്തു. അതായത് അള്ളാഹുവിന്റെ ഹക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അവകാശം എന്താണ്? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അതും പ്രത്യേകിച്ച് അവരുടെ സാഹചര്യത്തില് ഇത്തരത്തിലുള്ള ഒരു രക്ഷപ്പെടുത്തൽ അല്ലെ, അത്രയും വലിയൊരു ബ്ലെസ്സിങ് അവർക്ക് കിട്ടിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹക്ക് കൂടുതൽ അവരുടെ മേലെ ബാധകമായിരുന്നു അല്ലെ. സാധാരണക്കാരും കാരണം ആർക്കും ഇനി ഒരിക്കലും കിട്ടാത്ത അത്രയും വലിയൊരു ബ്ലെസ്സിങ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. കടല് പിളർത്തി അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കൊടുക്കേണ്ട ഹക്കിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബാധ്യത കൂടുതലാണ്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നുള്ളത്. പകരം അവരെന്താ ചെയ്തത്? അവര് സ്വന്തമായിട്ട് ഒരു വിഗ്രഹത്തിനെ ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പം അള്ളാഹ് കൊടുക്കേണ്ടത് അള്ളാഹുവിന് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ലെസൺ അല്ലെ നമ്മൾ കഴിഞ്ഞ ദിവസം. അതായത് നന്ദി, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നന്ദി കാണിക്കേണ്ട കാര്യം. അപ്പൊ നമ്മളൊക്കെ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാറുണ്ട്, പ്രശ്നങ്ങൾ വരാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താറുണ്ട് അല്ലെ. രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ മിക്കവാറും നമ്മളുടെ വായിൽ നിന്ന് വരാ ചിലപ്പോൾ ഒരു അസുഖമാണെങ്കിൽ അൽഹംദുലില്ലാ ആ ഒരു മരുന്ന് അല്ലെ, അൽഹംദുലില്ലാ നമ്മൾ പറയും. എന്നാലും എന്താണ്, ആ ഒരു മരുന്ന് ആ സമയത്ത് അത് കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ ആ ഡോക്ടർ ആ സമയത്ത് കണ്ടതുകൊണ്ടാണ്, നല്ല ഡോക്ടറാണ് മാഷാ അല്ലാഹ്, അല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു എന്നല്ലേ. നമ്മളെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവും യെസ് അല്ലാഹു സുബ്ഹാനഹു തആല തന്ന ഫേവർ ആണെന്ന്. പക്ഷെ നമ്മൾ അവിടെ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പോകുന്നത് ഈ പറഞ്ഞ മരുന്നിനോ ഡോക്ടർക്കോ എന്തെങ്കിലും ആയിരിക്കും. അതുപോലെ വേറെ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അന്ന് അത് തോന്നിയിട്ടാണ് അല്ലെ, അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ പറഞ്ഞു തന്നിട്ടാണ് അൽഹംദുലില്ലാ. അതായത് അവർക്കാണ് ശരിക്കും നമ്മൾ മനസ്സുകൊണ്ട് കൊടുക്കുന്നത്. അൽഹംദുലില്ലാ നമ്മളെ ഡ്യൂട്ടി പോലെ പറയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആളുകൾക്കാണ് മിക്കവാറും എന്താണ് നമ്മളുടെ ഹംദുകൾ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പോവാറുള്ളത് അല്ലെ. ആ സമയത്ത് അത് കറക്റ്റ് നടന്നതുകൊണ്ട് അങ്ങനെയുള്ള വർത്താനങ്ങൾ നമ്മളെ വായിന്ന് എപ്പോഴും വരും. പക്ഷെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. ഒരു ഡോക്ടർ ചികിത്സിച്ചാലും, കാരണം ഒരേ രോഗം പല എക്സ്പേർട്ട് ഡോക്ടേഴ്സും ചികിത്സിച്ചിട്ട് മാറാതെ ഒരു സമയമാകുമ്പോൾ മാറുന്നത് കാണാം. അത് ആ ഡോക്ടർക്ക് അറിവില്ലാത്തതുകൊണ്ടോ കഴിവില്ലാത്തതോ കൊണ്ടല്ല, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു കാര്യം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ആ കാര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയത്. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമ്മളെ അത് ചികിത്സിച്ച് ഭേദമാക്കിയത്. അപ്പൊ നമുക്ക് തിരിയേണ്ടത് റബ്ബിലേക്ക് മാത്രമാണ്. നമ്മൾ നന്ദികള് ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാളും മേലെ ഒരാളും നന്ദി അർഹിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ ചെയ്തിട്ടാണ്, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഡോക്ടർ ആ സമയത്ത് എത്തിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇവിടെ നന്ദി അർഹിക്കുന്നത് റബ്ബാണ്. അപ്പൊ നമ്മളുടെ ചിന്തകള് എന്താണ് മാറ്റുക, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കണ്ടു തുടങ്ങുക. നമ്മൾ അങ്ങനെ റബ്ബിനെ നന്ദി കാണിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കാളും കൂടുതൽ അനുഗ്രഹങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളായിട്ട് മാറും. നമ്മളുടെ തിങ്കിങ്ങേ മാറും. എന്താണ്, നമ്മൾ പൊതുവെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കൊരു ആയിരക്കണക്കിന് ബ്ലെസ്സിങ് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും നമുക്ക് പറയാനും പറഞ്ഞ് കരയാനും അല്ലെ. ആ പ്രശ്നം ഫോക്കസ് ചെയ്യുന്നതിന് പകരം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് നമ്മളെ ഹംദ് ചെയ്യുന്ന ആളുകളായിട്ട് മാറിയാൽ നമ്മളുടെ ഫോക്കസ് മുഴുവൻ നമ്മളുടെ അനുഗ്രഹത്തിലേക്ക് മാറും. കാരണം ഭൂമിയിലുള്ള ഒരു മനുഷ്യനും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹം ഇല്ലാത്തവരായിട്ടില്ല. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഒരു പ്രയാസം കൊടുക്കുമ്പോൾ ഒരുപാട് എളുപ്പങ്ങൾ കൊടുക്കുന്നവരാണ് റബ്ബ് അല്ലെ. പലപ്പോഴും നമ്മൾ എന്താണ്
നമ്മൾ തന്നെ നമ്മളെ കാര്യം ചിന്തിച്ച് നോക്കുക. നമുക്ക് ചിലപ്പം ചിലർക്ക് മക്കൾ കാരണം പരീക്ഷണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ഭർത്താവ് ഉണ്ടാവും, നല്ല വീട്ടുകാരുണ്ടാവും. ചിലപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാർ കാരണം പരീക്ഷണം ഉണ്ടെങ്കിൽ ചിലപ്പം എന്താണ് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടുകാരെ സപ്പോർട്ട് ഉണ്ടാവും. ആരോഗ്യം മോശമാണെങ്കിൽ ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, അല്ലെ? ഇനി ഫ്രണ്ട്സ് മോശമാണെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ എല്ലാവരും അവനവനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം, ഒന്നോ രണ്ടോ മൂന്നോ പ്രശ്നത്തിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ള കാര്യങ്ങളിലേക്കായിരിക്കണം. ഇബ്ലീസ് നമ്മളെ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ നമുക്കില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വിഷമമുള്ള കാര്യങ്ങളിലേക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പ്രോസസ്സിൽ നമുക്കുള്ളതൊക്കെ മറന്നു പോകും. അപ്പൊ നമ്മളെ ഫോക്കസ് എപ്പോഴും ഹംദിലേക്കായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന അനുഗ്രഹങ്ങളിലേക്കായിരിക്കണം. മറ്റത് നമുക്ക് അലിഞ്ഞില്ലാതായി തീരുന്നത് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ആയത്തുകൾ 53, 54 ആയത്ത്. ട്രാൻസ്ലേഷൻ നോക്കാം നമുക്ക്. وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. ആയത്ത് 53. നിങ്ങൾ സന്മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി വേദഗ്രന്ഥവും സത്യവും അസത്യവും വേർതിരിക്കുന്ന പ്രമാണവും മൂസാ നബിക്ക് നാം നൽകിയ സന്ദർഭവും ഓർക്കുക. ആയത്ത് 54. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. എന്റെ സമുദായമേ, കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചത് മുഖേന നിങ്ങളോട് തന്നെ അന്യായം ചെയ്തിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും പ്രായശ്ചിത്തമായി നിങ്ങൾ നിങ്ങളെ തന്നെ നിഗ്രഹിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും ഓർമ്മിക്കുക. അനന്തരം അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയും അത്രേ. നമുക്ക് വാക്കർത്ഥങ്ങളിലേക്ക് പോവാം. വഇദ് ആതൈന, നാം നിങ്ങൾക്ക് നൽകിയ സന്ദർഭം ഓർക്കുക. ഇദ് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ ഉദ്കുറു ഇദ്, ഓർക്കുക എന്നുള്ള കാര്യം ഓർമ്മ വരാം. ആത്തൈന നാം നൽകി, ആത്തൈ പ്ലസ് ന, അല്ലെ? ന നമ്മൾ, ഹംസ ത യ. മൂസാക്ക്, അൽ കിതാബ വേദഗ്രന്ഥം, ദ ബുക്ക്. വൽ ഫുർഖാന എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനം. നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു, അല്ലെ? ഫറഖന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സെപ്പറേറ്റ് ചെയ്യുക, അല്ലെ? കടൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഇതേ വാക്ക് യൂസ് ചെയ്തത്, സെയിം ഖാഫ്. അപ്പം സത്യാസത്യ വിവേചനം എന്ന് പറഞ്ഞത് ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്നത്, ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്ന മാനദണ്ഡം അല്ലെങ്കിൽ ക്രൈറ്റീരിയ ആണ് എന്താ ഫുർഖാൻ എന്ന് പറയുന്നത്. ലഅല്ലക്കും, നിങ്ങൾ ആകാൻ, ലഅല്ല കും ആണ് നിങ്ങൾ എല്ലാവരും. തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ. ഇവിടെ ത ആദ്യം, വാവ്നൂന് അവസാനം. അപ്പൊ തഹ്തദൂൻ പറയുമ്പോൾ സന്മാർഗം. ഇതിന്റെ റൂട്ട് ഹാദ യാൽ, ഹിദായ. ഓക്കെ, അപ്പൊ തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കുക. അടുത്ത ആയത്ത് 53. വഇദ് ഖാല, പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഉദ്കുറു ഇദ്, ഖാല പറയുക. മൂസ പറഞ്ഞ സന്ദർഭം. ലിഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനങ്ങളോട്. ലി വെച്ചാല് ടു, അവരോട് എന്നുള്ള പോലെ. ഖൗമ ജനത. ഹി അദ്ദേഹത്തിന്റെ. ഹു എന്നാല് ലി പ്ലസ് ഖൗം പ്ലസ് ഹുവ ആണ്. അപ്പം ലി ഖൗമി ഹി എന്നായി മാറുന്നത്. ഖാഹുവാവ് മീം. യാ ഖൗമി, എന്റെ ജനതേ, എന്റെ ജനങ്ങളെ എന്ന് അവരെ അഭിസംബോധന ചെയ്യുന്നതാണ്. ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ. ഇന്ന പ്ലസ് കും എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും. ദ്വലംതും, നിങ്ങൾ അതിക്രമം ചെയ്തു, ദുൽമ ചെയ്തു. ദോദുലാമ മീമ. അംഫുസക്കും, നിങ്ങളോട് തന്നെ, നിങ്ങളുടെ നഫ്സിനോട് തന്നെ എന്നുള്ള അർത്ഥത്തില്. നൂൻ ഫാസീൻ, അതിന്റെ നഫ്സിന്റെ പ്ലൂറലാണ് അംഫുസ്. നിങ്ങളുടെ നഫ്സ്, നിങ്ങളോട് തന്നെ. ബിത്തിഹാദിക്കും, ബി പ്ലസ് ഇത്തിഹാദ് പ്ലസ് കും. ഓക്കെ, നിങ്ങളുടെ സ്വീകരിക്കൽ കൊണ്ട്, നിങ്ങളുടെ എടുക്കൽ കൊണ്ട്. അഹദ ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ പറയുന്നു ഹംസ ഹ ദാൽ. അഹദ എന്ന് പറഞ്ഞാൽ എടുക്കുക.
അപ്പം നിങ്ങളുടെ എടുക്കൽ കൊണ്ട്, ഇത് വേറെ ഒരു ഫോമാറ്റിൽ വേർഡ് വന്നു എന്നേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇതൊക്കെ നഹ്വ് സർഫിലൊക്കെ വരുന്നതാണ്. അത്രയും ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകണ്ട, അർത്ഥം മനസ്സിലാക്കിയാൽ മതി. അൽ അജ്ല പശുക്കുട്ടിയെ, ഐൻ ജീം ലാം. ഫതൂബു അതുകൊണ്ട് നിങ്ങൾ മടങ്ങുവിൻ. ഫ പ്ലസ് തൂബു. ഓക്കെ, ഇവിടെ സ്പ്ലിറ്റ് എഴുതിയത് മാറിപ്പോയിട്ടുണ്ട്. ഫതൂബു അതുകൊണ്ട് നിങ്ങൾ മടങ്ങൂ. ഇതൊരു കൽപ്പനയാണ്. ബ. ഓക്കെ, തൗബ എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണ് ഫതൂബു. നിങ്ങൾ എല്ലാവരും മടങ്ങൂ. ഇലാ ബാരിഇക്കും നിങ്ങളുടെ സൃഷ്ടാവിലേക്ക്. ഇത് പുതിയൊരു വാക്കാണ്, പുതിയ റൂട്ടാണ്. ബ റോ ഹംസ. അപ്പം നിങ്ങളുടെ സൃഷ്ടാവിലേക്ക്. ഫഖ്തുലു നിങ്ങൾ കൊല്ലുവിൻ. ഖാഫ് ത ലാമ. ഖത്തൽ എന്ന് പറഞ്ഞാൽ കൊല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾ കൊല്ലുവിൻ. അത് ഒരു കൽപ്പനയാണ്. അംഫുസക്കും നിങ്ങളെ തന്നെ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അംഫുസ്, നഫ്സിന്റെ പ്ലൂറലാണ് അംഫുസ്. ദാലിക്കും അത്, ഖൈറുൻ നല്ലത്, ഉത്തമം. ലക്കും നിങ്ങൾക്ക്. ലീ പ്ലസ് കും ആണ്, അത് കമ്പൈൻ ചെയ്യുമ്പോൾ ലക്കും ആവുന്നതാണ്. ഇന്ത ബാരിക്കും നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ. എന്താന്ന് വെച്ചാൽ അടുത്ത്. ബാരി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു കണ്ടു, സൃഷ്ടാവ്. കും നിങ്ങളുടെ. ഇന്ത ബാരിക്കും നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുത്ത്. ഫതാബ എന്നിട്ട് അവൻ മടങ്ങി. അവൻ എന്ന് പറയുന്നത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ഓക്കെ, ത വാവ് ബ. താബ അല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരിലേക്ക് മടങ്ങുക, അതായത് പശ്ചാത്താപം സ്വീകരിക്കുക. തൂബു ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യര് പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. താബ അല തൂബു ഇല, രണ്ടിന്റെയും റൂട്ട് തൗബ തന്നെയാണ്. അപ്പൊ അള്ളാഹു മടങ്ങുന്നത് എന്ന് പറയുന്നത് അള്ളാഹു പശ്ചാത്തപം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് കാരുണ്യം കൊടുത്തുകൊണ്ട് മടങ്ങുക. മനുഷ്യന്മാർ മടങ്ങുക എന്ന് പറയുന്നത് പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് മടങ്ങുക. നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അലൈക്കും നിങ്ങളിലേക്ക്, നിങ്ങളുടെ മേൽ. ഇന്നഹു ഇന്ന പ്ലസ് ഹുവ നിശ്ചയമായും, ഹുവ അവൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇന്നഹു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹുവ വരുന്നത്, അതിന് ഒരു സ്ട്രെസ്സും കൂടെ കൊടുക്കുക, അതായത് അവൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തില്. അത്തൗവാബ് ഏറെ മടങ്ങുന്നവൻ, അതായത് ഏറെ മടങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അതിന്റെ എക്സ്ട്രീം വേർഷൻ, എക്സാജറേറ്റഡ് വാക്കാണ് അത്തൗവാബ്. അർറഹീം കാരുണ്യവാൻ, കരുണാനിധി അല്ലെ. അർറഹീം ഫോർമാറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൾവേസ് ഓൾ, എപ്പോഴും എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല കാരുണ്യമുള്ളവനാണ്. നമുക്ക് തഫ്സീറിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അപ്പം 53-ാമത്തെ ആയത്തിന്റെ വഇദ് ആതൈന മൂസ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല വഇദ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, അല്ലാഹു എന്തൊക്കെയോ സംഭവങ്ങൾ അവരെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. അപ്പം ഈ ഒരു അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. എന്താണ് അടുത്ത അനുഗ്രഹം? കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഇതിന്റെ ഒക്കെ തൊട്ട് മുമ്പേ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് അല്ലെ. യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ അനുഗ്രഹം ഇങ്ങനെ എണ്ണിപ്പെറുക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ വഇദ് ആതീന മൂസൽ കിതാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ അനുഗ്രഹം ഓർക്കുക. എന്താണ് അനുഗ്രഹം? ഇതും കൂടെ ഓർക്കുക. എന്താണ് ഈ ഒരു അനുഗ്രഹം? മൂസ അലൈഹി ഇസ്ലാമിന് നാം ഗ്രന്ഥം കൊടുത്തത്. ആതീന ഹംസത്തായ, അത എന്ന് പറഞ്ഞാൽ വരാന്നാണ്, ആത്ത എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ഓക്കെ, നൽകുക. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന് എന്താ കൊടുത്തത്? അൽ കിതാബ് ഗ്രന്ഥം. എന്ത് ഗ്രന്ഥമാണ്? തൗറ അല്ലെ. അപ്പൊ നാം മൂസ അലൈഹി ഇസ്ലാമിന് ഗ്രന്ഥം നൽകി. വൽ ഫുർഖാൻ, ഫുർഖാനും നൽകി. ഫുർഖാൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഫറഖ്ന നമ്മൾ കണ്ടു, സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക അല്ലെ. അതിന്റെ ഒരു നോൺ ഫോം ആണ്, ഇസ്മു ഫോം ആണ് ഫുർഖാൻ. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യം, എന്തെങ്കിലും ഒന്നിനെ വേറൊന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തോ അതാണ് ഫുർഖാൻ. മാനദണ്ഡം എന്ന് പറയും. ഇവിടെ ഈ ഗ്രന്ഥമാണ്, അതായത് തൗറാത്ത് എന്ന് പറയുന്ന അൽ കിതാബിനുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ഫുർഖാൻ. തൗറാത്ത് എന്താണോ എന്നുള്ളതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഫുർഖാൻ. നമുക്കിവിടെ എന്ന് വന്നത് കൊണ്ട്, അതായത് മൂസൽ കിതാബ വൽ ഫുർഖാന, വേദഗ്രന്ഥവും സത്യവും അസത്യവും വേർതിരിക്കുന്ന പ്രമാണവും എന്ന് ട്രാൻസ്ലേഷനിൽ കാണാം അല്ലെ. അത് വേറെ വേറെ എന്തോ, അതായത് അതും ഇതും രണ്ട് കാര്യങ്ങളായിട്ട് തോന്നിയേക്കാം. ഈ ഒരു ഭാഗത്തിന് പല രീതിയിൽ പണ്ഡിതന്മാരെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കാണാം. അതെന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അൽ കിതാബ വൽ ഫുർഖാന എന്നുകൊണ്ട്, അതായത് അറബി ഗ്രാമറിൽ
ഒരു റൂൾ ഉണ്ട്. അത്ഫ് എന്ന് വെച്ചാൽ എന്തെങ്കിലും രണ്ടെണ്ണത്തിന് ജോയിൻ ചെയ്യുന്ന വാക്കുകൾക്കാണ് അത്ഫ് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള വാക്കുകൾ വരാം. വാ അതിനകത്ത് ഒന്നാണ്. അപ്പൊ ഇന്ന ആളും അല്ലെ, മുഹമ്മദുൻ വ ഖാലിദുൻ, മുഹമ്മദും ഖാലിദും അതുപോലെ പറയുന്ന വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ഒരു എന്താണ് ജോയിൻ ചെയ്യുന്ന ഒരു ഹർഫാണ് വ എന്ന് പറയുന്നത്. അപ്പോൾ വ എന്നുള്ളത് ചില സമയത്ത് സ്വിഫ ആക്കാൻ വേണ്ടിയിട്ട്, അത് സ്വിഫ ആയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. സ്വിഫ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ സിഫത്ത്, വിശേഷണം. ഓക്കെ, വിശേഷണമായിട്ട് വരാറുണ്ട്. അപ്പം ഈ ഒരു കാര്യം ഇപ്പൊ ഗ്രാമറാണ് നമ്മൾ കുറച്ച് പറയുന്നത്, അത് മനസ്സിലാവുന്നവർ എടുക്കുക, മനസ്സിലാക്കാത്തവർ വിട്ടേക്കുക. ഒന്നും കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലാവുന്നവർ അത് എടുത്തിട്ട് അതുകൊണ്ട് പ്രയോജനം ഉൾക്കൊള്ളാം. ഇതൊന്നും എക്സാമിനൊന്നും ചോദിക്കില്ല, ആരും പേടിക്കണ്ട. ഓക്കെ, അപ്പം അല്ലാത്തവർ ഞാൻ ഇത് കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അത്ഫ് വരുമ്പം ആ ഒരു വാക്ക് സ്വിഫ ആകുന്ന, അതായത് രണ്ട് കാര്യങ്ങൾ ജോയിൻ ചെയ്യുന്നതിൽ അത്ഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്ന് മറ്റതിന്റെ വിശേഷണമായി മാറുന്ന ഒരു എന്താ പറയാ റൂള്. ഇപ്പൊ ഇവിടെ അൽ കിതാബ വൽ ഫുർഖാന എന്ന് പറയുമ്പോൾ വാ വെച്ചിട്ട് കിതാബിനെയും ഫുർഖാനെയും ജോയിൻ ചെയ്യാണ് അല്ലെ, അത്ഫാണ് വാ. അപ്പം ഇതിൽ അൽ ഫുർഖാൻ എന്ന് പറയുന്നത് കിതാബിന്റെ വിശേഷണമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇത് രണ്ട് കാര്യങ്ങളല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. കിതാബിന്റെ വിശേഷണം അല്ലെങ്കിൽ സിഫത്താണ് എന്ത്, അൽ ഫുർഖാൻ. അപ്പം ഏത് രീതിയിലുള്ള കിതാബാണെന്ന് പറയുന്നത് അൽ ഫുർഖാൻ ആയിട്ടുള്ള കിതാബാണ്. ഇത് ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഇതിന്റെ വേറെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്, നമുക്ക് ഇത് വെച്ചിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പം തൗറാത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുകയാണ് അതെന്താണെന്ന്, അൽ ഫുർഖാൻ ആണെന്ന്. അതായത് സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന, ശരിയും തെറ്റും തമ്മിൽ വേർതിരിക്കുന്ന, നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കുന്ന എന്തോ ഒന്നാണ് തൗറാത്ത്. ബനി ഇസ്രായേലിന്റെ അവസ്ഥ എന്തായിരുന്നു? അവർക്ക് ശരി എന്താ തെറ്റെന്താന്ന് അറിയായിരുന്നോ? ഇല്ലല്ലേ. അവർ ഈജിപ്തിൽ നിന്ന് വിട്ട് വന്നപ്പം അവർക്ക് സംഭവങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിനുള്ളില്. ഏതൊരാൾക്കും ഇസ്ലാമിലുള്ള ഏതൊരു മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ അല്ലെ. ഏതൊരു മുസ്ലിമിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ഒന്നും അറിയാത്തവര് പോലും പറയും നമ്മളുടെ റബ്ബ് അള്ളാഹു ആണെന്ന്. അത് ബേസിക് പ്രിൻസിപ്പിൾ ആണ് അല്ലെ. പക്ഷെ ബനി ഇസ്രായേൽ അതുപോലും മറന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബുക്ക് കൊടുത്തത്, അൽ കിതാബ് കൊടുത്തത്. അങ്ങനെ അവർക്ക് അതൊരു മാനദണ്ഡമായി എന്തിനുള്ള, എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം അൽ കിതാബ വൽ ഫുർഖാന, മാനദണ്ഡമായിട്ടുള്ള ഒരു കിതാബ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തു. എന്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തത്? ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗികളായേക്കാം, നിങ്ങൾക്ക് സന്മാർഗം ലഭിച്ചേക്കാം. തഹ്തദൂൻ റൂട്ട് ഹാദാലിയ, ഹിദായ അല്ലെ, ഹിദായത്ത് കിട്ടിയേക്കാം. നമുക്കറിയാം ഹിദായത്ത് രണ്ട് ടൈപ്പാണ്, ഹിദായത്തുൽ ഇൽമി, ഹിദായത്തുൽ അമലി. അപ്പം ഇവിടെ രണ്ടും വരുന്നുണ്ട്. അപ്പം ലഅല്ലക്കും തഹ്തദൂ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയേക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പക്ഷെ അറിഞ്ഞേക്കാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടാത്തത് അല്ലെ. അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഗ്രന്ഥം തന്നത്. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താക്കണം, അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പം അവരെ ഹിദായത്തിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് കിതാബ്, മൂസ അലൈഹി ഇസ്ലാം വഴി കിതാബ് കൊടുത്തത്. എന്നാ കിതാബ് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള കിതാബാണ്? വൽ ഫുർഖാൻ ആണ് അല്ലെ. ഫുർഖാൻ ആയിട്ടുള്ള കിതാബാണ് അത്. സത്യവും അസത്യവും വേർതിരിച്ചറിയിക്കുന്ന രീതിയിലുള്ള കിതാബാണത്. നമുക്ക് ഈ ഒരു ആയത്തിന്റെ ലെസൺസ് എന്തൊക്കെയാന്ന് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ആളുകളിലേക്ക് ഗ്രന്ഥം അയക്കുന്നത് അല്ലെ. അള്ളാഹു ജനങ്ങളിലേക്ക് പല ഗ്രന്ഥങ്ങൾ അയച്ചിട്ടുണ്ട് അവരുടെ ഹിദായത്തിന് വേണ്ടിയിട്ട്. ഇത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. മനുഷ്യരാശിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടില്ലായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ദീൻ എന്താണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ അറിയായിരുന്നു അല്ലെ ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണെന്നും എന്ത് ഹക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആലക്കുള്ളതും ആളുകൾക്ക് എന്ത് ഹക്കാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാൻ പറ്റൂലായിരുന്നു അല്ലെ. കാരണം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ഫിത്രയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു ഒരു ഫിത്ര ഇട്ടിട്ടുണ്ട് അല്ലെ. അത് ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും നമ്മൾ എന്ത് വിശ്വസിച്ചു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു തആല ഫിത്രയിലാണ് ആളുകളെ ജനിപ്പിക്കുന്നത്. ഈ ഫിത്ര നമ്മളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ എവിടെയോ അല്ലെ ആരാണ് നമ്മളുടെ റബ്ബെന്നും നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും നമ്മൾ എങ്ങോട്ടാണ് പോണതെന്നും ഒക്കെ ഒരു എന്താ പറയാ ആ ഒരു ഒരു സീല് നമ്മളുടെയൊക്കെ ഉള്ളിലുണ്ട്. ആൻഡ് ഇതുള്ളത് കൊണ്ട് തന്നെ ഏതൊരാളും
ഏത് അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ ലൈഫിൽ നമ്മൾ അത് അന്വേഷിച്ച് തുടങ്ങും. സത്യം എന്താണ്? എങ്ങോട്ടാ ഞാൻ പോണേ? എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശം? ഞാൻ ഈ ചെയ്യുന്നതൊന്നും അർത്ഥമില്ലാണ്ടായി പോകുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ജീവിതത്തിന് അർത്ഥം കിട്ടുക? എല്ലാ മനുഷ്യന്മാരും, ഞാനും നിങ്ങളും, ലൈഫിന്റെ ഒരു സ്റ്റേജെങ്കിലും എത്തുമ്പോൾ, ചിലർ വളരെ നേരത്തെ തുടങ്ങും, ചിലർ ലേറ്റ് ആയിട്ട് തുടങ്ങും. ആ സത്യാന്വേഷണം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആല ഗ്രന്ഥങ്ങൾ അതിന് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഗ്രന്ഥങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ സത്യം കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു അല്ലേ? അപ്പൊ നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള, നമ്മളിനി എത്ര എന്താ പറയാ, എനിക്ക് ബുദ്ധിയില്ല, അറിവില്ല, കഴിവില്ല, ഞാൻ അടുക്കളയിലാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും എല്ലാവരുടെ ഉള്ളിലും ഈ സത്യാന്വേഷണത്തിന്റെ ആ ഒരു ത്വര ഉണ്ട്. കാരണം അള്ളാഹു ഫിത്രയിലാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. അപ്പം ഈ ഗ്രന്ഥങ്ങളുടെ റെവലേഷൻ എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഗ്രന്ഥങ്ങൾ അയക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. കാരണം ഈ ഗ്രന്ഥങ്ങൾ വഴിയാണ് നമുക്ക് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹക്ക് എന്താണെന്ന് മനസ്സിലാവുന്നത്, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് കൊടുക്കേണ്ട ഹക്ക് എന്താണെന്ന് മനസ്സിലാവുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ബനി ഇസ്രായേലിന് തൗറാത്ത് കൊടുത്തു അല്ലെ? നമുക്കെന്താ തന്നെ? ഖുർആൻ. ഖുർആൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അല്ലെ? അതിനൊരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ എടുക്കണം. അനുഗ്രഹമായിട്ട് തന്നെ എടുക്കുകയും വേണം. അതിന് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നന്ദി കാണിക്കുകയും വേണം അല്ലെ? നമ്മളുടെ ഹംദുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഗ്രന്ഥം തന്നതിനുള്ള നന്ദി നമ്മൾ കാണിച്ചേ മതിയാവൂ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. അത് തന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ആകെ ഇരുട്ടിൽ ഉണ്ടാവുമല്ലേ? ഇപ്പൊ സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ പഠിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനു വേണ്ടിയിട്ടാണ് തൗറാത്ത് കൊടുത്തത് അല്ലെ? ബനി ഇസ്രായേലിന് അള്ളാഹു പറയുന്നുണ്ട്, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്ത് പ്രാപിച്ചേക്കാം. ഇതിൽ നിന്ന് എന്താ നമ്മൾ ഇതിൽ നിന്ന് എടുക്കണമെന്ന് വെച്ചാൽ, ഹിദായത്ത് എവിടുന്നാ വരുന്നത്? നമ്മളെ ചിന്തകളിൽ നിന്നോ, നമ്മളുടെ ആശയങ്ങളിൽ നിന്നോ, നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മളുടെ ഒബ്സർവേഷനിൽ നിന്നോ ഒന്നും അല്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. എൻ്റെ ലൈഫിന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്, അപ്പൊ അതാണ് ശരി. അല്ല, പലതും നമുക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടാവും. പല കാര്യങ്ങളും മേലെ നമ്മൾ കടുംപിടുത്തം പിടിക്കാറുണ്ട്, ഇതാണ് ശരി, അതാണ് ശരി. ഹിദായത്ത് വരുന്നത്, ഗൈഡൻസ് വരുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്. ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് അതുമായിട്ട് കറക്റ്റായി പോയേക്കാം, അൽഹംദുലില്ലാഹ്. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആണ് ഖുർആനിൽ പറഞ്ഞതെങ്കിൽ അതാണ് ശരി. അപ്പൊ നമ്മൾക്ക് വേണ്ട ഹിദായത്ത് വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നാണ്, അള്ളാഹു അയച്ച ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അതാണ് നമ്മളുടെ ഹിദായത്തിന്റെ സോഴ്സ്. അപ്പൊ നമുക്ക് നന്നാവണം, മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് തിരിയുക. നമുക്ക് എവിടെയും നമ്മൾ എത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല, എങ്ങോട്ടും ആവുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് തിരിയാം. നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തിട്ട് എന്താ ഇത് ഇങ്ങനെ ആവാത്തത്, അല്ലെങ്കിൽ ഞാൻ എന്താ ബെറ്റർ ആവാത്തത്, അല്ലെങ്കിൽ ഞാൻ ഈ തെറ്റ് തിരുത്താൻ ശ്രമിച്ചിട്ട് എന്താ തിരുത്താൻ പറ്റാത്തത്, എന്താ എനിക്ക് ഇത്ര വിഷമം, എൻ്റെ ജീവിതത്തിൽ എന്താ പ്രയാസം, ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്ക് എങ്ങോട്ടാ തിരിയേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഗ്രന്ഥങ്ങളിലേക്ക്, ഗ്രന്ഥത്തിലേക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? എന്തിനാണ് നമ്മൾ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് എന്തുകൊണ്ടാണ് വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത്? അതിനുള്ള ഉത്തരം നമുക്ക് എവിടുന്നാ കിട്ടിയത്? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഗ്രന്ഥത്തിൽ നിന്ന് അല്ലെ? ലഅല്ലക്കും തഹ്തദൂൻ. അപ്പൊ നമ്മൾ തഹ്തദൂൻ ആവണമെങ്കിൽ, സന്മാർഗം പ്രാപിച്ചവരാവണമെങ്കിൽ വേറെ ഒരു വഴിയും ഇല്ല, വേറെ ഏത് വഴിക്ക് പോയിട്ടും കാര്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ വേണം. അടുത്തൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം, അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് ഹിദായത്ത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് ആക്കി എടുക്കേണ്ട കാര്യമേ അല്ല. അത് നമ്മൾ വളരെ സില്ലി ആക്കി, അതിപ്പോ അള്ളാന്റെ ഡ്യൂട്ടിയാണ്, അതല്ലെങ്കിലും നമുക്ക് അത് കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിൽ എടുക്കേണ്ട ഒരു കാര്യമല്ല. നമ്മളൊക്കെ പൊതുവെ എങ്ങനെയാന്ന് വെച്ചാൽ, അൽഹംദുലില്ലാ ഖുർആന് അൽഹംദുലില്ലാ നല്ലോണം മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു സമാധാനമാണ്, എന്തോ ഒരു സന്തോഷമാണ്. പക്ഷെ എന്താ ചെയ്യ, എൻ്റെ മോന്റെ ഒരു അവസ്ഥ, എനിക്ക് മോന് സുഖമില്ല, അൽഹംദുലില്ലാ എനിക്ക് നല്ല തവക്കുലൊക്കെ ഉണ്ട്, എനിക്കൊക്കെ മനസ്സിലാവും. പക്ഷെ എൻ്റെ ഒറ്റ മോനാണ്, എൻ്റെ കണ്ണീര് വറ്റുന്നില്ല അല്ലെ? നമ്മളെ ഓരോരുത്തരെ അവസ്ഥകൾ അതാണ്, നമുക്ക് പല പരാതികളാണ്. അൽഹംദുലില്ലാ ഖുർആൻ അൽഹംദുലില്ലാ മനസ്സിലാവുന്നൊക്കെ ഉണ്ട്, നല്ല സമാധാനമുണ്ട്. പക്ഷെ എൻ്റെ ഭർത്താവ് എന്തോ ഒരു ഇറിറ്റേഷനാണ്, മൂപ്പര് ഒരു സമാധാനവും തരൂല. പരാതികളും സങ്കടങ്ങളും അല്ലെ?
എൻ്റെ ഭർത്താവ്, മൂപ്പർക്ക് ഹിദായത്തില്ല, മൂപ്പര് പള്ളിയിൽ പോകില്ല, നിസ്കരിക്കൂല, അല്ലെങ്കിൽ മൂപ്പര് അത് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ എന്തോരു ബുദ്ധിമുട്ടിക്കലാണ്. ഖുർആൻ അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് ഹിദായത്ത് തന്നെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അല്ലെ, അല്ലെങ്കിൽ എനിക്ക് ഹിദായത്ത് ഉണ്ട്, പക്ഷെ ഒരു കാറ് നല്ലത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു വീട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുണ്ടല്ലോ ഇവിടെ ഒരു ഷോർട്ട് ടൈം, ഒരു എൻട്രിയാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്കൊരു എക്സിറ്റും ഉണ്ട്. ഓക്കെ, ഇമാജിൻ ചെയ്ത് നോക്കാം, നമുക്കൊരു സ്റ്റേജ്, ഡ്രാമക്ക് വേണ്ടിയിട്ട് അല്ലാഹു ഒരു സ്റ്റേജ് ഒരുക്കി തന്നിട്ടുണ്ട്. ലൈറ്റ്, ആക്ഷൻ, ക്യാമറ എല്ലാം സെറ്റാണ്. നമ്മൾ ഈ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞ് നമുക്ക് ആ ഒരു ബോധം ഉദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഈ ഒരു വലിയ ഓഡിയൻസിന്റെ മുമ്പിലാണ് നമ്മളെ ബുക്ക് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഫ്രണ്ടിൽ ഇരുന്നല്ലേ നമ്മൾ സ്കൂളിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സ്റ്റേജ് ആലോചിച്ചൊക്കെ, ഫ്രണ്ടിൽ ഒരു റോയില് 3-4 ജഡ്ജസ് ഇരിക്കുന്നുണ്ടാവും ഒരു പേപ്പറും പെന്നും കൊണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഈ ലൈറ്റ് ആക്ഷൻ ക്യാമറ വന്ന് സ്റ്റേജിൽ കയറി നമ്മളെ സെൻസസ്, അതായത് നമുക്ക് ബോധം ഉദിച്ചു കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ പ്രായപൂർത്തിയായതിനു ശേഷം നമ്മൾ മനസ്സിലാക്കാൻ നമ്മളുടെ ബുക്ക് അവിടെ എഴുതി തുടങ്ങിയിട്ടുണ്ട്, ജഡ്ജസ് ഓരോരുത്തരായിട്ട് മാർക്ക് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഡ്രാമക്ക് ഒരു സമയമുണ്ട് അല്ലേ. ഒരു ഡ്രാമയും ഒരു മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം പോവില്ല. അത് ഇപ്പോൾ ഒരു ഡ്രാമക്ക് ഒരു സമയം അല്ലാഹു, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും കർട്ടൻ താഴും അല്ലെ. അപ്പൊ നമ്മളെ പെർഫോമൻസിന് നമുക്ക് ഇത്ര സമയമേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ മാക്സിമം നമ്മളുടെ ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് പോയിന്റ് കിട്ടുന്നത്, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ റബ്ബിനെ ഇംപ്രസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരേ ഒരു ഡ്യൂട്ടി. ഈ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇംപ്രസ് ചെയ്യിക്കുന്നതാണ് എന്നേക്കും ഉണ്ടാവുക. ബാക്കിയെല്ലാം നമ്മളെ ജീവിതത്തിലുള്ള ബാക്കിയെല്ലാം, നമ്മളെ മക്കളാവട്ടെ, മക്കളുടെ രോഗങ്ങളാവട്ടെ, ഭർത്താവ് ശരിയില്ലാത്തതാവട്ടെ, ഹിദായത്തില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, ഇറിറ്റേറ്റ് ചെയ്യുന്ന ഇൻലോസ് ആവട്ടെ, കാറില്ലാത്തതാവട്ടെ, വീടില്ലാത്തതാവട്ടെ, എല്ലാം നമുക്ക് ജീവിതത്തിലുള്ളത്, ഉള്ളതും ഇല്ലാത്തതും ആയ എല്ലാം, ശരിയായതും ശരിയല്ലാത്തതുമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സമയം കഴിയുമ്പോൾ വിട്ടേച്ച് പോണം. ആ കേർട്ടൻ ഇങ്ങോട്ട് താന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോണം. കാരണം ഇതെല്ലാം നമുക്ക് ആ ഒരു ഡ്രാമയ്ക്ക് വേണ്ടി സ്റ്റേജിൽ തന്നിട്ടുള്ള പ്രോപ്സ് ആണ്. പ്രോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സപ്പോർട്ടിന് കിട്ടുന്ന ഐറ്റംസ് ആണ്. നമ്മളെ കോസ്റ്റ്യൂംസ്, ആ സ്റ്റേജിൽ വരുന്ന ലൈറ്റ്, മൈക്ക്, കോ ആക്ടേഴ്സ്, നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്ന ആൾക്കാർ, അതൊക്കെ തൽക്കാലത്തേക്ക് ആ ഡ്രാമ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ആക്ടിങ് പൊലിപ്പിക്കാൻ വേണ്ടി, നമുക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് തരാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിട്ടുള്ളതാണ് ഇതെല്ലാം, ഉള്ളതും ഇല്ലാത്തതും. നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടോ എന്തൊക്കെ ഇല്ലയോ, എന്തൊക്കെ നല്ലതായിട്ടുണ്ടോ എന്തൊക്കെ മോശമായിട്ടുണ്ടോ, ആ സ്റ്റേജിൽ കയറിയിട്ട് ബെസ്റ്റ് ആക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതിനു മുമ്പേ ഡ്രാമ പഠിപ്പിക്കുന്നുണ്ടല്ലേ, നമുക്ക് ഹിദായത്ത് തന്ന് ഖുർആൻ തന്നിട്ട് ഈ റോള് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ പെർഫോം ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്റ്റേജിലേക്ക് കയറ്റുന്നത്. അള്ളാഹു അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ സ്റ്റേജിൽ കയറിയിട്ട് നമ്മളുടെ റോള്, നമ്മൾ ഓരോരുത്തരുടെയും റോള് ഏറ്റവും ബെസ്റ്റ് ആക്കുക. ഹിദായത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ആവുന്ന ഹിദായത്ത് തന്നത് കൊണ്ട് നമ്മളുടെ റോള് ബെസ്റ്റ് ആക്കുക. ആ ഒരു പെർഫോമൻസ് മാത്രമാണ് നമ്മൾ എടുത്തിട്ട് കർട്ടൻ താഴുമ്പോൾ നമ്മളുടെ അമലായിട്ട് കൊണ്ടുപോകാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളുടെ ചുറ്റും തന്ന ഒന്നിനെ കുറിച്ചും ചോദിക്കൂല. അതല്ല ചോദിക്കുക, നീ എന്ത് ചെയ്തു, നിനക്ക് കിട്ടിയ ഹിദായത്ത് കൊണ്ട് നീ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുള്ളൂ. അതുകൊണ്ട് ആ കിട്ടിയ ഹിദായത്തിനെ ലൈറ്റ് ആയിട്ട് എടുക്കരുത്. ഹിദായത്ത് ഒരു സൈഡിലുണ്ട്, അള്ളാഹ് എനിക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്, ഭയങ്കര സമാധാനമാണ്, സന്തോഷമാണ് നമ്മൾ പറയുകയും ചെയ്യും. സ്റ്റേജ് കയറി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നിപ്പാ. കാരണം അള്ളാഹ് എന്റെ കൂടെ ആക്ട് ചെയ്യാൻ കയറി അവന് ഒരു ഞൊണ്ടലുണ്ട്, ഇവന് ഒരു വിക്കുണ്ട്, ആ ആക്ടർ വന്നിട്ടില്ല, ഈ അന്ന് ശരിക്കും ആ സ്റ്റേജിൽ വെക്കേണ്ട ആ ഒരു ടേബിള് ഒരു മര്യാദയ്ക്ക് സെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ചെയറ് കാലൊടിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട്, നമ്മളൊരു ഡ്രാമയ്ക്ക് വേണ്ടി സ്റ്റേജിൽ കയറിയിട്ട് നമ്മളുടെ ആക്ടിങ് ശരിക്കും ചെയ്യാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമുക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുമോ? നമ്മൾ മുമ്പിലുള്ള ജഡ്ജ് ആർക്ക് മാർക്ക് ഇടും? ആ കൂടെയുള്ള ആരെങ്കിലും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തവർക്ക് മാർക്ക് ഇട്ടിട്ട് അങ്ങ് പോവും. നമ്മളോ അവന്റെ മൊടന്ത്, അല്ലെങ്കിൽ അവൻ ഞാൻ പറഞ്ഞ ഡയലോഗിന് കറക്റ്റ് അവൻ മറുപടി പറയണമായിരുന്നു, അവൻ പറഞ്ഞില്ല. സാധാരണ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ എന്താ ചെയ്യുക, ആരെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെയും കൂടെ കവറപ്പ് ചെയ്ത് നമ്മൾ പറയും അല്ലേ, എന്നാലേ നമ്മളുടെ ഡ്രാമയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞിട്ട് ഇതൊക്കെയാ പറയാ, അവന് വിക്കുണ്ട്, ഇവന് മൊടന്തുണ്ട്, മറ്റവൻ വന്നിട്ടില്ല അല്ലെ,
ആലോചിച്ച് നോക്കുക, ഈ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളായിട്ട് ഇതാക്കി നോക്കുക. ഹിദായത്തൊക്കെ ഉണ്ട്, എനിക്ക് ആക്ട് ചെയ്യാനൊക്കെ അറിയാം, പക്ഷേ എൻ്റെ മോന് വയ്യ, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ ഇൻലോസ് അങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹിദായത്ത് തന്നിട്ടുണ്ട്. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അത് ഉപയോഗിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് തന്നത്. അത് പഠിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ കയറി നിന്ന് സ്റ്റക്ക് ആവാൻ വേണ്ടിയല്ല. നമ്മൾ ആ പഠിച്ച ഓരോ കാര്യങ്ങളും അല്ലാഹു സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റേജിൽ അവിടെ എന്തൊക്കെ മിസ്സിംഗ് ആണോ, എന്തൊക്കെ പൊളിഞ്ഞത് തന്നിട്ടുണ്ടോ, എന്തൊക്കെ അധികം തന്നിട്ടുണ്ടോ, എല്ലാം ഉപയോഗിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് ആ റോള് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിദായത്ത് തന്നത്. ഹിദായത്ത് എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അതിനെ ലൈറ്റായിട്ട് എടുക്കുക വേണ്ട, നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. സുബ്ഹാനഹു വതആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അടുത്തത് തൗറാത്തിന്റെ കാര്യം അല്ലെ. തൗറാത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആതീനാ മൂസൽ കിതാബ വൽ ഫുർഖാൻ. അത് ഫുർഖാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് പറയാണ് അല്ലെ. തൗറാത്തിനെ ഫുർഖാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ സ്ഥലങ്ങളിൽ അള്ളാഹു ഖുർആനിൽ തന്നെ നൂറായിട്ട് ഹിദായത്തായിട്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗറാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് മാഇദയില് 44-ാമത്തെ ആയത്ത്, ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദം വനൂർ. തീർച്ചയായും നാം തന്നെയാണ് തൗറാത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ട്. ലൈറ്റ് എന്താ ചെയ്യാ, നമുക്ക് വഴി കാണിച്ചു തരും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെടുത്ത് ഇപ്പൊ നമ്മുടെ ഉമ്മയോ വാപ്പയോ ആരെങ്കിലും മോളുടെ റൂമിൽ ചെന്നിട്ട് ഇന്ന സാധനം ഉണ്ട് ഒരു സ്ഥലത്ത്, നീ പോയി എടുത്തതാന്ന് പറയാം. നമ്മൾ ചെന്ന് റൂമിൽ കയറി വാലടിച്ചപ്പോഴേക്ക് ലൈറ്റ് ഓഫ് ആയി. നമുക്ക് ആ സാധനം എവിടാന്ന് അറിയാമെന്നെങ്കിൽ പോലും നമുക്ക് എടുക്കാൻ പറ്റൂല അല്ലെ. എവിടെയാണുള്ളത്, ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നത്, എങ്ങോട്ടാ പോകേണ്ടത്, എങ്ങനെയാ എടുക്കേണ്ടത്, ഇരിക്കണോ നിൽക്കണോ, നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ലോസ്റ്റ് ആണ്, കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ വെളിച്ചമുണ്ടെങ്കിൽ അത് കറക്റ്റ് സ്ഥലത്ത് ഇന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോവാം, എടുക്കാം, വരാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് വെളിച്ചവും തന്നിട്ടാണ്. ഇതാ ലൈറ്റ് ഉണ്ട്, നിങ്ങൾ ഈ ലൈറ്റും കൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടത് എടുത്തിട്ട് ഇങ്ങോട്ട് പോര്. ആ ലൈറ്റിനെ ലൈറ്റായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡാർക്കിൽ പെട്ടുപോകും. അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തൗറാത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അത്? ലൈറ്റ് ആണ്, അതില് പ്രകാശമുണ്ട്. ആ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? മാർഗദർശനം ആണ്. അടുത്ത ആയത്ത്, വഇദ് ഖാല മൂസ ലിഖൗമിഹി, ആയത്ത് 54. മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു. ആരാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനത? ബനി ഇസ്രായേൽ അല്ലെ. ഖൗം എന്ന വാക്കിന്റെ റൂട്ട് ഖാഫ് വാവ് മീം. ഖാഫ് വാവ് മീമിൽ നമ്മൾ വേറെ വാക്കുകളും പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഖുർആനിലെ ഖൗം എന്നുള്ള വാക്ക് ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ വരും. ഖൗം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത, അതായത് എല്ലാവർക്കും ഒരേപോലെ എന്തെങ്കിലും ഒരു സവിശേഷത ഉള്ള ആളുകളായിരിക്കും. ഒന്നെങ്കിൽ അവർ ഒരേ വംശത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരേ മതത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരേ സിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾ, ഒരേ കൺട്രി, അതായത് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് കോമൺ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കാണ് ഖൗം എന്ന് പറയുന്നത്. ജനത, ഒരു കൂട്ടം ആളുകൾ. മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ഖൗമി, ഓ എന്റെ ആളുകളെ, എന്റെ ജനതയെ, എന്റെ ജനങ്ങളെ. യാ ഖൗമി, യാ ഖൗമി എന്ന് പറയുമ്പം എവിടെയാണ് ഇവിടെ എന്റെ എന്നുള്ളത്? സാധാരണ നമുക്കൊരു യാ എക്സ്ട്രാ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്റെ വരുള്ളൂ അല്ലെ. ഇവിടെ ഖൗമിന്റെ അടിയിലുള്ള കെസ്റയാണ് എന്റെ എന്ന് പറയുന്നത്. കാരണം അവിടെ ആക്ച്വലി ഒരു യാ ഉണ്ട്, പക്ഷെ അത് എലിമിനേറ്റ് ചെയ്തതാണ് ഗ്രാമർ റൂൾ. നമ്മൾ ഫത്തഖൂനി, ഫർഹബൂനി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അവിടേക്ക് ഒരു യാ ഉണ്ട്, പക്ഷെ അത് കട്ടായതാണ്. അതേപോലെ ഇവിടെയും യാ ഖൗമി ആണ്, പക്ഷെ അത് കട്ടായതാണ്, ഗ്രാമർ റൂൾ. അപ്പം ഇവിടെ എന്റെ ജനങ്ങളെ, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ, ഇന്ന പ്ലസ് കും നിങ്ങൾ എല്ലാവരും അല്ലെ, ദ്വലംതും അംഫുസക്കും, ദുൽമ അല്ലെ, നിങ്ങൾ ദുൽമ ചെയ്തിട്ടുണ്ട്. എന്ത്? നിങ്ങളോട് തന്നെ നിങ്ങൾ അന്യായം പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെ? ബിത്തിഹാദിക്കുമുൽ അജ്ൽ, ആ ഒരു പശുക്കുട്ടിയെ എടുക്കുന്നത് വഴി, ആ പശുക്കുട്ടിയെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എടുത്തത് വഴി. അപ്പം നിങ്ങൾ ആ പശുക്കുട്ടിയെ ഇബാദത്ത് ചെയ്യുന്നത് വഴി നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് അനീതി പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പം
ശരിക്കും അവൻ ആരോടാ തിന്മ ചെയ്യുന്നത്? അവനോട് തന്നെ അല്ലേ? നമ്മളിനിപ്പോ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അടുത്ത് വെറുപ്പ് കാരണം അയാളോട് ഇനി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന അനീതിയാണ് അല്ലെ? ഏതെങ്കിലും ഒരാൾ നമ്മളോട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വെറുപ്പ് നമ്മളെ മനസ്സിൽ സൂക്ഷിച്ചാലും ആരെ ഹാം ചെയ്യുന്നത്? നമ്മൾ നമ്മളെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. നമ്മളുടെ മനസ്സിന് തന്നെ സമാധാനക്കേട്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ തന്നെയാണ് അത് ബാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ മൂസ അലൈഹിസ്സലാം പറയാണ്, നിങ്ങൾ ആ പശുക്കുട്ടിയെ എടുത്ത് ആരാധിക്ക വഴി നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ഇൻജസ്റ്റിസ് ചെയ്തിട്ടുള്ളത് അല്ലെ? നിങ്ങളോട് തന്നെയാണ് ദുൽമ ചെയ്തിട്ടുള്ളത്. അംഫുസ്, നൂൻ ഫാസീൻ, നഫ്സിന്റെ പ്ലൂരല്. ബനി ഇസ്രായേല് ആ പശുക്കുട്ടീനെ ആരാധിക്കുന്ന വഴി വലിയൊരു തിന്മയാണ് അല്ലെ? ഏറ്റവും വലിയ തിന്മ ഷിർക്കാണ് ചെയ്തത്. ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യമല്ല അവര് ചെയ്തത്. എന്നിട്ട് മൂസ അലൈഹി ഇസ്ലാം അവരോട് പറയാ, യാ ഖൗമി, എന്റെ സമുദായമേ. എന്ത് സ്നേഹത്തോടു കൂടിയാ അല്ലെ? ഇത്രയും വലിയ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് എന്തുകൊണ്ടാ ഇങ്ങനെ പറയുന്നതെന്ന് അറിയോ? ഒന്ന്, മൂസ അലൈഹി ഇസ്ലാമിനുള്ള സ്നേഹം, തന്റെ ജനതയോടുള്ള ഭയങ്കര വല്ലാത്തൊരു സ്നേഹമാണ് മൂസ അലൈഹി ഇസ്ലാം അല്ലെ? എത്ര വലിയ തിന്മകൾ ചെയ്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഹൃദയം അവരോട് കാരുണ്യം നിറഞ്ഞതായിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള നിർത്താതെ സ്നേഹം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റൂല. അവരിനി എന്തെന്ന് ചെയ്തു കഴിഞ്ഞാലും, അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹക്ക് നിഷേധിച്ചവരാണല്ലേ അവരെയാണ് മൂസ അലൈഹിസ്സലാം യാ ഖൗമി എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെടുത്ത് ആളുകൾ എന്തെന്നെ ചെയ്തു കഴിഞ്ഞാലും ഇതേ ഒരു സ്നേഹം നമുക്ക് അവർക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാരെയും നമ്മൾ എന്തിനാ സ്നേഹിക്കണ്ടേ? അവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അവർക്ക് ശരിയായ ദീൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി, അവരത് സ്വീകരിക്കാൻ വേണ്ടി, നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടാൻ വേണ്ടിയല്ല. അപ്പൊ നമ്മൾ ആ സ്നേഹം കൊടുത്താലേ അവരെ നമുക്ക് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കിട്ടുള്ളൂ. നമുക്കൊക്കെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമുക്കറിയാവുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കള് അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഉള്ളില് വെറുപ്പാണ് അല്ലെ? ഒരല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ? ഓരോയിട്ട് വല്ലാണ്ട് കൂടാത്തന്നല്ല, ഒരു സ്വഭാവം അങ്ങനെയാണ്. നമ്മൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യും. ഓരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മാറി നിൽക്കും അല്ലെ? മാറാനൊന്നും പോണില്ല, നമ്മൾ മാറി നിൽക്കാന്നല്ലാണ്ട് വെറുതെ എന്തിനാ നമ്മളെ സമയം ഓരോ മേലെ ചെലവഴിക്കുന്നത്? കഴിയുന്നതും മിണ്ടാണ്ട് നിൽക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലെ? ഇങ്ങനത്തെ പല 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 വെറൈറ്റി റിയാക്ഷൻസ് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരാറുണ്ട്. വെറുപ്പും, മിണ്ടാണ്ടിക്കലും, മാറി നിൽക്കലും, ഓരോ ജഡ്ജ് ചെയ്തിട്ട് ഒരു അങ്ങനത്തോരാണ് ഒരു നന്നാവൂല എന്ന് പറയലും അല്ലെ? അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ഹാഷായിട്ട് അവരോട് സംസാരിക്കുക, അവരെ ഭയങ്കരമായിട്ട് പോയിന്റ് ചെയ്ത് കുറ്റപ്പെടുത്തി ഈ ആൾക്കാരുടെ ഇടയിൽ നാറ്റിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ കുറിച്ച് കുറ്റം ബാക്കിയുള്ളവരോട് പറയാം. നമുക്ക് അവരുടെ മേലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുക. ഒരിങ്ങനെ ആയാലും ഒരു രക്ഷയില്ല, എന്താ ചെയ്യാ അല്ലെ? ഇതല്ല പരിഹാരം. നമുക്ക് ആരെങ്കിലും കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മളെ ജീവിതത്തിൽ നമ്മളെ ചുറ്റുപാടുമുള്ള ആരെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യണം ഉണ്ടെങ്കിൽ നല്ല ഉണ്ടാവണം. കാരണം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല ഖലീഫയായിട്ടാണ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് അല്ലെ? ഭൂമിയിൽ അള്ളാഹുവിന്റെ മതം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഡ്യൂട്ടി തന്നിട്ടാ പറഞ്ഞയച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളുടെ ലവ് ആൻഡ് കെയർ എല്ലാരോടും കാണിക്കുക എന്നുള്ളത്. എല്ലാരോടും, ആരായിക്കോട്ടെ ആരായിക്കോട്ടെ. കാരണം എല്ലാവരും ഭൂമിയിൽ അള്ളാഹു ഒരു പ്രത്യേക കൂട്ടം ആളുകൾക്ക് ഖലീഫയായിട്ടല്ല നമ്മൾ അയച്ചിട്ടുള്ളത്. ഭൂമിയിൽ എല്ലാവർക്കും ഉള്ള ഖലീഫയാണ് അല്ലെ? നമ്മളെ ചുറ്റുപാടുള്ള എല്ലാവർക്കും. അപ്പൊ നമ്മൾ ആ ലവ് ആൻഡ് കെയർ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വെറുപ്പാവും. നമ്മൾ എന്ത് വലിയ തെറ്റ് അവർ ചെയ്തോട്ടെ, എന്ത് വലിയ തെറ്റ് ചെയ്തോട്ടെ. ഇവിടെ ഷിർക്ക് ചെയ്തവരോടാണ്, അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഷിർക്ക് ചെയ്തവരോടാണ് മൂസ അലൈഹിസ്സലാം യാ ഖൗമി എന്ന് പറയുന്നത്. അപ്പം അവരിനി എന്ത് വലിയ തെറ്റ് ചെയ്തോട്ടെ, അവരോട് സ്നേഹം, കരുതൽ കാണിക്കുക. അല്ലെങ്കിൽ എന്താവും, അവർ നേരെ തിരിഞ്ഞു നിൽക്കും. നമ്മളോട് അവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. മാത്രമല്ല വിരോധമായിരിക്കും. നമ്മളെ അടുത്തുനിന്ന് കഴിയുന്നത് അവർ അകൽച്ച പാലിക്കും. ശരിക്കും നമ്മളെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് മാറ്റം വരുത്തണം, ഹിദായത്ത് കിട്ടണം എന്ന് ആഗ്രഹമുള്ള ഏതൊരു മനുഷ്യനെയും ഹാൻഡിൽ ചെയ്യേണ്ടത്. ആരായിക്കോട്ടെ ആരായിക്കോട്ടെ. വലിയ ആളല്ലേ, അയാൾക്ക് എല്ലാം അറിയാലോ, എന്നിട്ടും ഇയാൾ ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കല് ഒരു വകുപ്പേ ഇല്ല. നമ്മൾ കുട്ടികളെ അടുത്ത്, കുട്ടികൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവരെ ഭയങ്കരമായിട്ട് ഒച്ചയും വിളിയും ഇട്ട് ചീത്ത പറഞ്ഞ് അടിച്ച് പേടിപ്പിച്ചു കഴിഞ്ഞാല്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ 5 വയസ്സൊക്കെയുള്ള വില തരൂല അല്ലെ? പക്ഷെ അവരും തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവരെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടു കൂടി നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാല് അവര് നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കും. കാരണം അവർക്കറിയാം എന്നോട് സ്നേഹമുണ്ട്, കെയർ ഉണ്ട് എന്നല്ലേ?
അതുപോലെയാണ് എല്ലാവരും, എല്ലാ മനുഷ്യന്മാരുടെ അടുത്തും നമ്മൾ കാണിക്കേണ്ടത് അതാണ്. നമ്മൾ അവരെ ഏതെങ്കിലും ഒരു രീതിയിൽ, അത് അവരെ വെറുപ്പിച്ച് സംസാരിച്ചിട്ടോ അവരെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ കുറിച്ച് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ ഇൻസൾട്ട് ചെയ്തിട്ടോ ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ചിലപ്പം ഗതികേട് കൊണ്ട് അവർ നമ്മൾ പറയുന്നത് കേൾക്കാൻ നിൽക്കുമായിരിക്കും, പക്ഷെ അവരുടെ ചെവി ഉള്ളിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി. അത് അങ്ങനെ തന്നെ, അതിനോട് പറയുന്നത് കേൾക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയും. നമ്മളതിന് എത്ര വലിയ ദാവ അവരുടെ അടുത്ത് നടത്തിയിട്ടും കാര്യമില്ല. നമ്മൾ വിചാരിക്കും, ഓ ഞാൻ അങ്ങനെ ദാവ നടത്തുന്നുണ്ട്, ഇങ്ങനെ ദാവ നടത്തും, ഞാൻ എത്ര പ്രാവശ്യമായി ഓക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ നമ്മളെ ടോൺ അവരവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഹാർഷ്നെസ്, നമ്മൾ കഠിനമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ എന്തെങ്കിലും അവർ രജിസ്റ്റർ ചെയ്തിട്ട് അവർ അവരുടെ ചെവിന്റെ ഉള്ളിൽ ഒരു സ്വിച്ച് അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരവിടുന്ന് പറഞ്ഞു പോയിക്കോട്ടേന്നാക്കും. അപ്പം അത് പറ്റൂല. സ്നേഹത്തോടുകൂടി അല്ലെ, നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവരെ കാണിക്കുക, അത് കാണിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം ഒരു സമയത്തുമ്പം എല്ലാവരും ലിസൺ ചെയ്തോളും. അതിന് ചിലരുടെ കേസിൽ അത് വർഷങ്ങൾ വേണ്ടി വരും, വർഷങ്ങൾ വേണ്ടി വരും, അവർ ലിസൺ ചെയ്തോളും. പക്ഷെ ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കയ്യിലാണ് അല്ലെ. അവരെ മാറ്റേണ്ടത് അവരുടെ ഹൃദയങ്ങളിൽ ഉള്ളതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയാണ് കൊടുക്കേണ്ടത്. നമ്മളെ ഡ്യൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഇനി അവർ മാറിയാലും ഇല്ലെങ്കിലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഈ സ്റ്റേജിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജിൽ ബെസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തതിനുള്ള അവാർഡ് നമുക്ക് കിട്ടും. അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്തായാലും ഹിദായത്ത് റബ്ബാ കൊടുക്കുന്നത്. നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി ചെയ്തേ മതിയാവും. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം, ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ ആളുകളെ വളരെ സ്നേഹത്തോടു കൂടി യാ ഖൗമി എന്ന് അഡ്രസ് ചെയ്തു അല്ലെ. രണ്ടാമത്തെ കാര്യം, അവർക്ക് തന്നെ അറിയണം മൂസ അലൈഹി ഇസ്ലാം അവരുടെ ഒരു വെൽവിഷറാണ്, അതായത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവണം അല്ലെ. അവരോട് ആത്മാർത്ഥതയുള്ള ഒരു ആളാണ് ഞാൻ, നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് യാ ഖൗമി എന്ന്, അതിനുവേണ്ടി കൂടിയാണ് യാ ഖൗമി എന്ന് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം പറയാണ്, നിങ്ങൾ ശരിക്കും നിങ്ങളോട് തന്നെ വലിയ അക്രമമാണ് ചെയ്തത്. നിങ്ങൾ ഈ ഒരു പശുക്കുട്ടീനെ ആരാധിക്കുന്നത് വഴി ഏറ്റവും വലിയ അനീതിയാണ് നിങ്ങൾ ചെയ്തത്. എന്തിനാ മൂസ അലൈഹി ഇസ്ലാം ഇത് പറയുന്നത്? അവരെ അവരുടെ തെറ്റിനെ കുറിച്ച് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും ചിലപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ നമ്മള് അവരെ ഇഗ്നോർ ചെയ്യും അല്ലെ. പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് വെറുപ്പാണ് അവരോട്. നമ്മൾ ചിലപ്പോൾ അവരോട് മിണ്ടാണ്ടിരിക്കും, ഓരങ്ങോട്ട് ചെയ്തോട്ടെ, പറയണ്ട അല്ലെ. അങ്ങനെ പല 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 രീതികളാണ്. അതല്ല സൊല്യൂഷൻ. നമുക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അവരുടെ തെറ്റ് പറഞ്ഞു കൊടുക്കുക. അതൊരിക്കലും ഞാൻ കണ്ടില്ലേ, ഞാനിങ്ങനെയാണ്, ഈ എന്താ അങ്ങനെയെന്നുള്ള ടോണല്ല. ഇത് ഖുർആനിൽ ഇത് തെറ്റാണ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ തെറ്റാണെന്നാ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളെ പലപ്പോഴും ആളുകളെ നമ്മൾ വെറുപ്പിക്കുന്ന വേറൊരു കാര്യം അതാണ്. ഞാൻ ശരി നീ തെറ്റെന്ന് പറഞ്ഞിട്ടുള്ള പിടിച്ചുകുലുക്കലുകളാണ് ആൾക്കാർക്ക് വെറുപ്പുണ്ടാക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? അള്ളാഹിന്റെ മെസ്സേജ് ആണ്. നമ്മൾ ഒരിക്കലും ദഅവത്തു ഇലയ്യ അല്ല ചെയ്യുന്നത്, ദഅവത്തു ഇല അല്ലാഹ് ആണ്. അതും അവരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ അവരെ ഒഴിവാക്കി അവരോട് വെറുപ്പ് കാണിച്ച് തിരിഞ്ഞു നിൽക്കല് ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതും പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട്, ഏറ്റവും ശരിയായ, ഏറ്റവും ഹിക്മത്തോടു കൂടി, ഓരോ സിറ്റുവേഷനും അനുയോജ്യമായ രീതിയിലായിരിക്കണം. ഞാൻ ഇങ്ങനെ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സാഹചര്യത്തിൽ ഓരോ ആളുകളെടുത്ത് ഓരോ കാര്യങ്ങൾ ഓരോ രീതിയിലാണ് പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലെ. അപ്പം അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും വേണം, എന്നാൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുകയും വേണം. അവർ ചിലപ്പം ഒറ്റ പ്രാവശ്യം പറഞ്ഞുകൊണ്ടൊന്നും ആരും സ്വീകരിച്ചെന്ന് വരില്ല. അത് നമ്മൾ മനസ്സിൽ വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഹിദായത്ത് കൊടുക്കുന്നവൻ റബ്ബാണ്. അപ്പൊ യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം ഈ കുറ്റം അല്ലെ, അവരെ കുറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ തെറ്റ് ചെയ്ത ആൾക്കാരാണെന്ന് പറഞ്ഞ് പിടിച്ചു കുലുക്കിയിട്ട് നിർത്തുകയല്ല ചെയ്തത്, നിങ്ങൾ ഭയങ്കര മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത്. മൂസ അലൈഹി ഇസ്ലാം അവിടെ ഒരു പരിഹാരം കൊടുക്കുന്നുണ്ട്. എന്താ സൊല്യൂഷൻ? ഫതൂബു ഇലാ ബാരിക്കും, നിങ്ങൾ എല്ലാവരും തൗബ ചെയ്ത് മടങ്ങുക. എവിടേക്ക്? നിങ്ങളുടെ സൃഷ്ടാവിലേക്ക്, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങുക. നമ്മൾ പലപ്പോഴും ആളുകളോട് അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ കുറ്റബോധമുള്ളവരാക്കിയിട്ട് നിങ്ങൾ മോശക്കാരാക്കിയിട്ട് അവിടെ നിർത്തിക്കളയും അല്ലേ. പലപ്പോഴും പരിഹാരം പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധി നമുക്ക് തോന്നാറില്ല. പക്ഷെ മൂസ അലൈഹി ഇസ്ലാം തെറ്റ് പറഞ്ഞും കൊടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. തൂബു റൂട്ട് താവാബ, താബ യതൂബു. തൗബ എന്ന് പറഞ്ഞാല് പശ്ചാത്താപം അല്ലെ, പശ്ചാത്തപിച്ച് മടങ്ങും.
ഒരാള് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നിർത്തി നന്നാവുക എന്നുള്ള അർത്ഥം. അയാൾ ചെയ്യുന്ന തിന്മകൾ നിർത്തിയിട്ട് ഒരു ബെറ്റർ മനുഷ്യനായിട്ട് മാറാം. അതാണ് റിപ്പൻറ്റൻസ് അല്ലെങ്കിൽ തൗബ എന്ന് പറയുന്നത്. തൗബയുടെ ലിറ്ററൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാല് മടങ്ങാണ്, തിരിയുക, മടങ്ങുക എന്നൊക്കെയാണ്. നമ്മൾ ഒരു വഴിക്ക് പോവുകയാണ്, പെട്ടെന്ന് നമുക്ക് എന്തോ മനസ്സിലായി, അത് നിർത്തിയിട്ട് അവിടെ നേരെ തിരിച്ചു നടക്കുക. അതാണ് തൗബയുടെ ലിറ്ററൽ മീനിങ്, മടങ്ങുക. ശരിയ പ്രകാരം തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തൗബ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു വിഷയം നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് പുതിയ ആൾക്കാർക്ക് ആ ക്ലാസ്സുകൾ കേൾക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിന്റെ യൂട്യൂബ് ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താല്പര്യമുള്ളവർക്ക് അത് കേട്ട് നോക്കാം. 2 3 എപ്പിസോഡായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ചുരുക്കി പറയാം. ഓക്കെ, തൗബ എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് റിയലൈസേഷൻ, നമ്മളെ തിരിച്ചറിവ്. എന്ത്? ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള തെറ്റ് മനസ്സിലാവുക. ഓക്കെ, ഞാനിത് തെറ്റാണ് ചെയ്തത്. അപ്പം തിരിച്ചറിവ് മാത്രം പോരാ, അടുത്തത് അതിനെക്കുറിച്ചുള്ള കുറ്റബോധം. അല്ലേ, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അത് നിർത്തണം, ഞാനിത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ. അല്ലേ, അതാണ് നമ്മളെ കുറ്റബോധം എന്ന് പറയുന്നത്. എന്തിനാ ഞാൻ ഇങ്ങനെ ചെയ്തത്? അപ്പം ആദ്യം തിരിച്ചറിയണം തെറ്റാണെന്നല്ലേ. തെറ്റാണെന്ന് അറിയാത്തിടത്തോളം കാലം നമുക്ക് ഇങ്ങനെ ഒരു കുറ്റബോധം വരികയില്ല. അപ്പം തിരിച്ചറിയലാണ് ആദ്യം. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള തിരിച്ചറിവുകൾ നമുക്ക് പലപ്പോഴും തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പല തിരിച്ചറിവുകളാണ് അല്ലെ. അള്ളാഹു തൗബയിലേക്കുള്ള ആദ്യം പടി അള്ളാഹു നമുക്ക് തരികയാണ്, തിരിച്ചറിവ് തരികയാണ്. അപ്പം കുറ്റബോധം, അടുത്തത് കുറ്റബോധം വരണം. അതിനെക്കുറിച്ച് അല്ലോ സോറി, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു റബ്ബേ എന്നുള്ള തോന്നല്. 3, ആ തിന്മ വിടുക, അത് നിർത്തുക. നമ്മൾ എന്തെങ്കിലും ചെയ്യാണ്, ഓക്കെ, അത് തെറ്റാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ എന്താക്കാനാ, ഞാൻ അങ്ങനെ ആയിപ്പോയി, അത് തൗബയല്ല. തെറ്റാണെന്ന് അറിഞ്ഞ് കുറ്റബോധം വന്നിട്ട് നിർത്തല് തൗബയല്ല. തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇനി മേലാൽ ഇത് ചെയ്യൂല, ഞാൻ നിർത്തണം, അതിനി റിപ്പീറ്റ് ചെയ്യൂല എന്നുള്ള തീരുമാനം, ദൃഢമായ തീരുമാനമാണ് 3ാമത്തെ പോയിന്റ്. 4ാമത്തത് നമ്മൾ ഇംപ്രൂവ് ചെയ്യാം. നമ്മൾ മേക്കപ്പ് ചെയ്ത് മനസ്സൊക്കെ ഇനി ഞാൻ ആ തെറ്റ് ചെയ്യൂല. നമ്മൾ മ്യൂസിക് കേട്ടോണ്ടിരിക്കുന്നവരാണ്, ഇല്ല ഞാൻ ഇന്നു മുതൽ അത് ചെയ്യൂല. തിരിച്ചറിഞ്ഞു അത് തെറ്റാണെന്ന്, ചെയ്തു പോയ കാര്യത്തിൽ കുറ്റബോധം ഉണ്ടായി. 3, ഞാൻ നിർത്തി. 4, അത് നമ്മൾ റിഫോം ചെയ്യുക, അതായത് നമ്മൾ തന്നെ മാറുക, ബെറ്റർ ആവുക ആ കാര്യത്തിൽ. അതായത് നമ്മൾ ഇനി അതൊരിക്കലും ചെയ്യാത്ത രീതിയിൽ ആ ഒരു തെറ്റിനെ നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് പാപമോചനം തേടുക. അല്ലാഹുവേ, ഞാനിത് ചെയ്തു പോയിട്ടുണ്ട്, എൻ്റെ മേലെ നീ കാരുണ്യം കാണിക്കണം, ഇത് ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല. അള്ളാഹ്ക്ക് ഒരു പ്രോമിസ് കൊടുക്കുക അല്ലെ. എന്നിട്ട് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അത് തൗബയുടെ അടുത്ത കണ്ടീഷനായിട്ട് പലപ്പോഴും പറയാറുണ്ട്. നമ്മളൊരു കാര്യം തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിന് പകരം ഒരു നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ അപ്പൊ തന്നെ ഒരു നന്മ ചെയ്യുക, അതൊരു സദഖയായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി അതെല്ലാം നമ്മൾ ഇതുവരെ ജീവിതത്തിൽ ചെയ്യാത്ത ഏതെങ്കിലും ഒരു നന്മ ആ ഒരു തിന്മയ്ക്ക് പകരം കൊണ്ടുവരാം. അൽഹംദുലില്ലാഹ് അങ്ങനെ നമ്മൾ ഓരോ തൗബ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ പുതിയ നന്മകൾ കൊണ്ടുവരികയാണെങ്കിൽ, ഓരോ സുന്നത്തുകൾ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, കാരണം നമ്മൾ തിന്മകൾ അത്രയും തെറ്റുകൾ അത്രയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ സമയത്തൊക്കെ ആ സ്ഥലത്തൊക്കെ ഓരോ നന്മകൾ കയറ്റാൻ പറ്റുകയാണെങ്കിൽ, ചില സമയത്തെങ്കിലും ഇത്തരത്തിലുള്ള തിരുത്തലുകൾക്ക് ഒരു ലീഗൽ പണിഷ്മെന്റ് ഉണ്ടാവും. അതായത് നമ്മൾ കഫാറ കേൾക്കാറുണ്ട് അല്ലെ, പല കാര്യങ്ങളും. ഇപ്പം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പേരിൽ നമ്മൾ ഒരു ശപഥം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാളത് തെറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശരിക്കും ലീഗൽ ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ഉണ്ട്. നമ്മുടെ ദീനിൽ പറഞ്ഞിട്ടുള്ള കഫാറകളുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ ശബ്ദത്തിന്റെ കാര്യത്തിൽ പല കണ്ടീഷൻസും ഉണ്ട്. അപ്പൊ അത് തെറ്റിച്ചു കഴിഞ്ഞാൽ 10 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 10 പേർക്ക് വസ്ത്രം കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കഫാറകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ചില കേസിലെങ്കിലും നമുക്ക് അങ്ങനെയും കാര്യങ്ങൾ വരാം, നമ്മൾ ചെയ്യുന്ന ചില തിന്മകൾ കാരണം. അപ്പൊ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈൻ അടയ്ക്കാനുണ്ട്, അത് ചെയ്യാം. പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഫിഖിൽ പഠിക്കുമ്പോൾ ചിലതിനൊക്കെ നമുക്ക് ഇതുപോലെ കഫാറകൾ ചെയ്യാനുണ്ട്. അപ്പം അതും തൗബയുടെ കണ്ടീഷൻസിൽ പെട്ടതാണ്. അങ്ങനെ ഒരു കാര്യം ആപ്ലിക്കബിൾ ആണെങ്കിൽ അതും ചെയ്യാന്നുള്ളത്. അല്ലാതെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം
ഞാൻ ഇനി ഒരിക്കലും ചെയ്യൂല റബ്ബേ എന്ന് റബ്ബിനോട് പറയുകയും ചെയ്ത് തൗബയും ചെയ്ത്, പക്ഷെ ഞാൻ കട്ട സാധനം എൻ്റെ കയ്യിൽ തന്നെ വെക്കട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അല്ലെ. അത് നമ്മൾ തിരിച്ചു കൊടുക്കലാണ് അവിടുത്തെ കഫാറ. അങ്ങനെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങി കഴിഞ്ഞാൽ പിന്നീട് ഇത് ഒരിക്കലും ചെയ്യൂല എന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ, സ്ട്രോങ് ആയിട്ട് ഒരിക്കലും ഞാനിത് ചെയ്യൂല, അതാണ് തൗബ. ഇനി ഇതിനകത്ത് ഇത് ആളുകൾ ഉൾപ്പെടുന്ന മറ്റൊരാളുടെ ഹക്കിനെ ബാധിക്കുന്ന, മറ്റൊരാളുടെ അഭിമാനത്തിനെ ബാധിക്കുന്ന ഒരു തിന്മയാണ്, അല്ലെങ്കിൽ അയാൾക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു തിന്മയാണ് നമ്മൾ ചെയ്തതെങ്കിൽ അതിന് വേറൊരു കണ്ടീഷനും ഉണ്ട്, അവരുടെ അടുത്ത് പറഞ്ഞ് മാപ്പ് വാങ്ങാന്നുള്ളത്. ഞാൻ പറഞ്ഞു കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സുകൾ ഒന്ന് കേട്ടു നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു, ഫതൂബു, നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക. ആരിലേക്ക്? ഫതൂബു ഇലാ ബാരിഇക്കും, നിങ്ങളുടെ സൃഷ്ടാവിലേക്ക്. നിങ്ങൾ ഈ ഒരു വിഗ്രഹാരാധന, പശുക്കുട്ടീനെ ആരാധിക്കുന്നത് മാറ്റി നിങ്ങൾ കുറ്റബോധം ഉണ്ടാക്കാം, പ്ലസ് നിങ്ങൾ എന്താ നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുക, തൗബ ചെയ്ത് മടങ്ങുക, എന്നിട്ട് പ്രോമിസ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ ഇനി ഇത് ചെയ്യൂല. അപ്പൊ നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞു തൗബ ചെയ്ത് നമ്മൾ റിഫോം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ബെറ്റർ ആവുന്നതിന്റെ ഭാഗമാണ്. അതിനെന്തെങ്കിലും ഒരു ലീഗൽ പണിഷ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിയമപരമായ ഒരു പണിഷ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എടുക്കണം, അതും ചെയ്യണം. ഇവിടെ നമുക്ക് അവരുടെ ലീഗൽ പണിഷ്മെന്റ് എന്താ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ബാരി എന്നുള്ള വാക്ക്, ബ റോ ഹംസ, അൽ ബാരി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു പേരാണ്. ബറ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുന്നതിനാണ് ബറ എന്ന് പറയുന്നത്. ഒരു ഫ്ലോയും ഇല്ലാതെ, ഒരു എന്താണ് പരിമിതികളും ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ സൃഷ്ടിക്കുന്നതിനാണ് ബറ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ പെർഫെക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഈ റൂട്ടിൽ തന്നെ വരുന്ന വേറൊരു വാക്ക് നോക്കാം, ബരി. ബരി എന്ന് പറഞ്ഞാല് വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരാള്, ഒരു തരത്തിലുള്ള തെറ്റും ബാധിക്കാത്ത ഒരാൾക്കാണ് ബരി എന്ന് പറയുന്നത്. ഒരു തിന്മയും ചെയ്തിട്ടില്ലാത്ത, അയാളുടെ ക്രിമിനൽ റെക്കോർഡ് പെർഫെക്റ്റ് ആണ്, ക്ലീൻ ആണ്, ഒരു ക്രൈമും ചെയ്യാത്ത ആള്. അപ്പൊ ബാരി എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ലാത്ത ഒരാൾ, അതായത് ക്ലീൻ ആയിട്ടുള്ള ഒരാളെ ഒന്നിനെ സൃഷ്ടിക്കുന്നത് എന്തോ അതാണ് ബാരി. അല്ലാഹു സുബ്ഹാനഹു തആല അൽ ബാരി ആണ് അല്ലെ. നമ്മളെ ഒരു കുറവും ഇല്ലാതെ, ഒരു തിന്മയില്ലാതെ സൃഷ്ടിച്ചവനാണ് റബ്ബ്. ബാരി എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. സൃഷ്ടിപ്പ് തന്നെ വളരെ പുതിയതായിട്ട്, ഇന്നോവേറ്റീവ് ആയിട്ട്, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നത് എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. ഫ്രഷ് ആയിട്ട് സൃഷ്ടിക്കുക എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. അപ്പൊ ഫതൂബു ഇല ബാരിക്കും, നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് മടങ്ങാം. മൂസ അലൈഹി ഇസ്ലാമിന് വെറുതെ ഫതൂബു ഇല റബ്ബിക്കും എന്നോ ഫതൂബു ഇല അല്ലാഹ് എന്നൊക്കെ പറയായിരുന്നു അല്ലെ. എന്തിനാ ഇവിടെ ബാരിക്കും ഉപയോഗിച്ചത്? ഇവിടെ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് അല്ലെ. കാരണം അവര് എന്താ ചെയ്തുകൊണ്ടിരുന്നേ? ഒരു പശുക്കുട്ടീനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന അല്ലെ. അവര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പശുക്കുട്ടിയെ, അവര് തന്നെ അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു പശുക്കുട്ടീനെ അവര് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് ആരാധനയ്ക്ക് അർഹതയുള്ളതാണോ? ഇല്ല, കാരണം അത് അവരുണ്ടാക്കിയിട്ടുള്ളതാണ്. ആരാണ് ആരാധനയ്ക്ക് അർഹൻ? നമ്മളെ സൃഷ്ടിച്ച റബ്ബാണ് ആരാധനയ്ക്ക് അർഹൻ അല്ലെ. സൃഷ്ടാവ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിച്ച റബ്ബാണ് ആരാധനയ്ക്ക് അർഹൻ. പക്ഷെ ഇവിടെ അവരെന്നെ ഉണ്ടാക്കിയ, അവിടെ സൃഷ്ടിച്ച എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. അവരവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ എന്തിനെയോ ഒന്നാണ് അവര് ആരാധിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ. ഇല അല്ലാഹ്ന്നോ ഇല റബ്ബിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇല ബാരിഇക്കും, അവനാണ് നിങ്ങളുടെ ആരാധനയ്ക്ക് അർഹൻ. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് സൃഷ്ടിച്ച, അസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതൊന്നും അല്ല. സുബ്ഹാനല്ലാഹ്. ഫതൂബു ഇലാ ബാരിക്കും. നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നല്ലേ, തൗബ ചെയ്യുമ്പം നമ്മൾ തൗബ ചെയ്ത് മടങ്ങി അള്ളാഹ്ക്ക് പ്രോമിസ് ഒക്കെ കൊടുത്ത് ഒരിക്കലും ഇത് ചെയ്യൂല എന്ന് പറഞ്ഞ് നമ്മൾ അറിയാണ്ട് വീണ്ടും അത് ചെയ്തു പോയി. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും തൗബ ചെയ്യാം. നമ്മൾ മനുഷ്യന്മാരല്ലേ അല്ലെ. ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകും ചില കാര്യങ്ങൾ. ചിലത് നമ്മുടെ ജീവിതത്തിൽ അത്രയും ആഴ്ന്നിറങ്ങിയ ഒരു തിന്മയായിരിക്കും. നമ്മൾ വർഷങ്ങളായിട്ട് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെയും അറിയാതെ അതിനകത്ത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടുപോകുമ്പോൾ നമുക്ക് കൺട്രോൾ ഇല്ലാതെ ചിലപ്പോൾ ചെയ്ത് പോയെന്ന് വരാം. വീണ്ടും തൗബ ചെയ്യാം. പക്ഷെ അതിന്റെ അർത്ഥം
ആ ഒരു തീരുമാനം ഒരിത്തിരി അളകുന്ന മാറ്റത്തെ ഒരു ഡിറ്റർമിനേഷൻ. ആ കുഴപ്പമില്ല, തൗബ ചെയ്തിട്ട് എന്നാലും ഞാനത് ഇനിയും ചെയ്യുമെന്ന് വിചാരിച്ചുള്ള തീരുമാനം എടുക്കലല്ല. ഡിറ്റർമിനേഷൻ അല്ലെ, നമ്മൾ അതിന്റെ തീരുമാനം ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ അതിന് വീണ്ടും മിസ്സായി പോയി കഴിഞ്ഞാല് നമ്മൾ വീണ്ടും തൗബ ചെയ്യാം. അല്ലാതെ ഞാൻ തീരുമാനിക്കൊക്കെ ചെയ്ത് പക്ഷെ പിന്നെയും ചെയ്തു, ഇനിയിപ്പോ എന്താക്കാൻ, ഇനി അങ്ങോട്ട് ചെയ്യന്നെ എന്ന് പറയാനുള്ള വകുപ്പ് ഇല്ല. വീണ്ടും തൗബ ചെയ്യാം, വീണ്ടും തൗബ ചെയ്യാം. പക്ഷെ ഓരോ പ്രാവശ്യവും സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുക, ആത്മാർത്ഥമായിട്ടുള്ള തീരുമാനം എടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തൗഫീഖ് തരും. എനിക്ക് ഇവിടെ പ്രത്യേകം എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും വീണു പോകുന്ന, പെട്ടുപോകുന്ന ഒരു വലിയ തിന്മയാണ് ഗീബ, നമീമ, നാവ് കൊണ്ട് വരുന്നത് അല്ലെ. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും, എന്നാലും വീണ്ടും ചെന്ന് പെടും. അപ്പൊ നമ്മളിലേക്ക് ഇനിയിപ്പോ ഇതിനകത്ത് ഇതേ രക്ഷയുള്ളൂ, ഇനി കഴിയൂല, മാറാൻ കഴിയൂല. അല്ല, വീണ്ടും തൗബ ചെയ്യാം, സ്ട്രോങ് ആക്കി വീണ്ടും തീരുമാനിക്കുക, വീണ്ടും ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ശ്രമിച്ച് ഒരു സ്റ്റേജ് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ നാവിന് ആ ഒരു ആവശ്യമുള്ള കെട്ട് ഇട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു അവിടേക്ക് നമ്മളെല്ലാരെയും എത്തിക്കട്ടെ, ആമീൻ. അപ്പം ഇവിടെ ബനി ഇസ്രായേലിന്റെ തൗബയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബനി ഇസ്രായേലിന്റെ തൗബ എന്ന് പറയുന്നത് അവര് ജസ്റ്റ് ഈ ഒരു പശുക്കുട്ടീനെ ഇബാദത്ത് ചെയ്യുന്ന നിർത്തൽ മാത്രമല്ല, അവർക്കൊരു ലീഗൽ പണിഷ്മെന്റ്, ഒരു കഫാറ ഉണ്ട് ഇവിടെ. എന്താണ് അവരുടെ കഫാറ? ഫഖ്തുലു അൻഫുസകും, നിങ്ങളെ തന്നെ കൊല്ല. ഖത്ൽ, കൊല്ല. അൻഫുസകും, നിങ്ങളെ തന്നെ, നഫ്സിന്റെ പ്ലൂറൽ അൻഫുസ്, നിങ്ങളെ തന്നെ കൊല്ലാന്ന് വെച്ചാല് എല്ലാവരും ആത്മഹത്യ ചെയ്യാന്നല്ല. ഇവിടെ അൻഫുസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജനതയെ തന്നെ, നിങ്ങളുടെ ആളുകൾ തന്നെ. കാരണം നമുക്കറിയാം ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരൊറ്റ ശരീരമാണെന്നല്ലേ, സുബ്ഹാനല്ലാഹ്. മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത് ഒറ്റ ശരീരമാണ്. നമ്മുടെ ഹദീസ് തന്നെ ഉണ്ട്, ആ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് വേദനിച്ചു കഴിഞ്ഞാൽ, ഒരു ഭാഗത്തിന് എന്തെങ്കിലും ഹേർട്ട് വീഴ്ച പറ്റി കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തിനും വേദന ഉണ്ടാവും. അപ്പം ഉമ്മ എന്ന് പറയുന്നത് ഒരു ശരീരമാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ ആളുകളുടെ ഇടയിൽ തന്നെ നിങ്ങൾ കൊല്ലുക. ആരെയാ കൊല്ലേണ്ടത്? ആരാണോ ഈ അജലിനെ അല്ലെങ്കിൽ ഈ പശുക്കുട്ടീനെ ഇബാദത്ത് ചെയ്തത്. കാരണം മൂസ അലൈഹിസ്ലാം പോയപ്പം ബനി ഇസ്രായേൽ സ്പ്ലിറ്റ് ആയിട്ട് 2 ടീമായിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ഈ പശുക്കുട്ടീനെ ഉണ്ടാക്കുകയും ആരാധിക്കുകയും ചെയ്തു, മറ്റേ ഗ്രൂപ്പ് അത് ചെയ്തിട്ടില്ല. അവര് ഹാറൂൻ അലൈഹി ഇസ്ലാം പറയുന്നത് കേട്ട് നിന്ന ആൾക്കാരാണ്. അവർ ഈ പശുക്കുട്ടീനെ ഇബാദത്ത് ചെയ്തിട്ടില്ല. അപ്പൊ അവരുടെ ഇടയിൽ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ചിലര് തെറ്റ് ചെയ്തു, കുറ്റക്കാരായി, മറ്റു ചിലർ തെറ്റ് ചെയ്തില്ല, നിഷ്കളങ്കരായിരുന്നു. അപ്പം കുറ്റക്കാർക്ക് എന്താ പണിഷ്മെന്റ്? അവരെ മറ്റവര് കൊല്ലണം. സുബ്ഹാനല്ലാഹ്, വലിയൊരു പരീക്ഷണാണ് അല്ലേ. കാരണം ഇവരോട് കൊല്ലാൻ പറഞ്ഞതിൽ ചിലപ്പം അവരുടെ സഹോദരന്മാരുണ്ടാവും, സഹോദരിമാരുണ്ടാവും. കാരണം ഒരു സഹോദരൻ ശിർക്ക് ചെയ്യാതെ ഇരുന്നിട്ട് മറ്റേ സഹോദരൻ ശിർക്ക് ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങളോട് സ്വന്തം സഹോദരനെ സഹോദരിയെയൊക്കെ കൊല്ലാൻ പറയുന്ന പോലത്തെ ഒരു ശിക്ഷയാണ്. സുബ്ഹാനല്ലാഹ്, ഈ പറഞ്ഞ ശിർക്ക് ചെയ്യാത്തവരുടെ ഈമാനുള്ള ഒരു ടെസ്റ്റും കൂടിയാണ് അതില്. സുബ്ഹാനല്ലാഹ്, എത്ര ഈമാൻ ഉണ്ടെങ്കിലും സ്വന്തം സഹോദരനെ കൊല്ലാൻ പറയാന്ന് വെച്ചാല് അല്ലാഹു സുബ്ഹാനഹു തആല അവരനുസരിക്കുമോ എന്നുള്ള ഒരു ടെസ്റ്റും കൂടിയാണ്. വലിയൊരു പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഉള്ള റെഫറൻസുകളിൽ പറയുന്നത്, അവരിപ്രകാരം കൊല്ലാൻ വേണ്ടിയിട്ട് അതൊരു കത്തി വെച്ചിട്ടാണ് കൊല്ലാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് തുടങ്ങിയപ്പം ഒരു വലിയ ഇരുട്ട് വന്ന് അവരെ മൂടിയെന്ന്. കാരണം എന്നിട്ട് അവർക്ക് പരസ്പരം കാണാൻ പറ്റില്ല ആരെയാണ് അവര് കൊന്നതെന്ന്. ആൻഡ് ആ ഒരു ഇരുട്ട് മാറിയപ്പം ചില റിപ്പോർട്ടുകൾ പറയുന്നത് അവർ ഏകദേശം 70,000 ആളുകളെ അവരിൽ നിന്ന് തന്നെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചില റിപ്പോർട്ടുകൾ പറയുന്നു ഈ ഇരുട്ട് വന്നപ്പം അവരുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണു പോയി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും പുറത്തു കൊടുത്തു. അതായത് കൊന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ കൊന്നു 70,000 ആളുകളോളം കൊന്നു എന്ന് പറയുന്ന റിപ്പോർട്ടിലും പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും പുറത്തു കൊടുത്തു എന്നാണ്. അതായത് കൊന്നവർക്കും കൊല്ലപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ബേസിക്കലി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് കഫാറ ചെയ്യിപ്പിക്കുകയാണ്, ഫൈൻ കൊടുപ്പിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, അവർ ചെയ്ത തിന്മയ്ക്കുള്ള ലീഗൽ പണിഷ്മെന്റ്. കാരണം അവർ ഇത്രയും വലിയൊരു ഷിർക്ക് പോലെയുള്ള ഒരു തിന്മ അല്ലെ, ഇസ്ലാമിന്റെ ബേസിക് കാര്യമായ തൗഹീദാണ്. തൗഹീദിനെതിരെ പോയതിന്റെ പേരിൽ അവര് ശിക്ഷ കിട്ടാതെ പോകരുത്. അതുകൊണ്ട് അവർക്ക് കഫാറ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മൂസ അലൈഹി സ്വലാം അവരുടെ അടുത്ത് പറയണത് ദാലിക്കും ഖൈറുൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം.
ഇപ്രകാരം തൗബ ചെയ്യലാണ് നിങ്ങൾക്ക് ഉത്തമം. ഇന്ദ ബാരിക്കും, നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുത്ത്. എന്തിനാണ് അവർക്ക് ഇത്രയും വലിയൊരു പണിഷ്മെന്റ് കൊടുത്തത്? പരസ്പരം കൊല്ലുക എന്ന് പറയുന്നത് അല്ലേ ചെറിയൊരു കാര്യമൊന്നുമല്ല. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇത്രയും വലിയൊരു പണിഷ്മെന്റ് കൊടുത്തത്? നമുക്കറിയാം ബനി ഇസ്രായേൽ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫേവറേറ്റ് ആൾക്കാരാണ് അല്ലെ. അള്ളാഹു അവർക്ക് സ്പെഷ്യൽ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാല് അത് വളരെ വലിയ ഡീലാണ്, വലിയ പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരാളുടെ റാങ്ക് എത്രത്തോളം ഉയരുന്നോ അത്രത്തോളം അവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ കൂടുതലായിരിക്കും അല്ലേ, എന്തൊരു കാര്യത്തിലാണെങ്കിലും. അപ്പം അയാൾ ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് മറ്റുള്ളവർ ചെയ്തതിനേക്കാളും വലിയ തെറ്റായിരിക്കും. അതുകൊണ്ട് അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ കഠിനമായിരിക്കും. അപ്പൊ നമ്മളൊരു വീട്ടില് ഒരു വാപ്പ ഒരു തെറ്റ് ചെയ്യുന്നതും ഒരു കുഞ്ഞു മോൻ ഒരു തെറ്റ് ചെയ്യുന്നതും ഒരേപോലെയാണോ കൺസിഡർ ചെയ്യാം? ഒരിക്കലും ഇല്ല അല്ലെ. വാപ്പന്റെ തെറ്റിന് കുറച്ച് കാഠിന്യം കൂടുതലാണ്. നിങ്ങളൊരു വാപ്പാണ് അല്ലെ. അപ്പം ആ ഓരോരുത്തരുടെ ലെവലിന് അനുസരിച്ചാണ് അവർക്കുള്ള റെസ്ട്രിക്ഷനും അവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷനും അവർ ചെയ്ത തിന്മയുടെ കാഠിന്യവും അവരുടെ ശിക്ഷയും. നമുക്കറിയാം ഇൽമ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് കുറച്ച് കടുപ്പാണ്, നമ്മളെ അടുത്ത് ചോദ്യം ചെയ്യൽ കൂടുതൽ വരും അല്ലെ. എന്നാൽ ഇൽമില്ലാത്ത ഒരാൾ, ജാഹിലായിട്ടുള്ള ഒരാളെടുത്ത് അയാൾക്ക് അറിയാത്തതിന്റെ ഒരു എക്സ്ക്യൂസ് അയാൾക്ക് എപ്പോഴും ഉണ്ട്. അപ്പം അതേപോലെ അനുഗ്രഹങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഓരോ അനുഗ്രഹത്തിനും നമ്മൾ ചോദിക്കപ്പെടും. പൈസ ആണെങ്കിലും എൽമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ ലെവൽ എത്രത്തോളം ഹൈ ആണോ അത്രത്തോളം നമ്മൾ തന്നെ എക്സ്പെക്ടേഷൻ കൂടും, അത്രത്തോളം നമ്മൾ ചെയ്യുന്ന തിന്മയുടെ കാഠിന്യം കൂടും, ശിക്ഷയും കൂടുതലായിരിക്കും. ബനി ഇസ്രായേലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. കടല് പിളർന്ന കാര്യം സുബ്ഹാനല്ലാഹ് കണ്ണുകൊണ്ട് അവര് കണ്ടു. അതുപോലെ ലോകത്തിന്റെ ചരിത്രത്തിൽ അടക്കി ഭരിച്ചിരുന്ന ഫിറഔൻ അവരെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി കൊല്ലുന്നത് അവര് കണ്ട്. എന്തൊക്കെ അനുഗ്രഹങ്ങൾ കണ്ടവരാ അവരല്ലേ. എന്നിട്ടാണ് അവര് ഈ പറഞ്ഞ തിന്മ ചെയ്തത്. ഒരു അജലിനെ, ഒരു പശുക്കുട്ടീനെ അവര് ഇബാദത്ത് ചെയ്തത്. അപ്പൊ അതൊരു ചെറിയ തിന്മയൊന്നും അല്ല, ഭയങ്കര വലിയ തിന്മയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ശിക്ഷയും കഠിനമായിരിക്കും. നമ്മൾ എത്രത്തോളം ഹൈ ആയിട്ട് റൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വീഴുന്നതും സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് വീഴുന്നതും തേർഡ് ഫ്ലോറിൽ നിന്ന് വീഴുന്നതും അങ്ങനെ ഫ്ലോർ ഹൈറ്റ് ആകുമ്പോൾ അത്രത്തോളം വീഴ്ചയുടെ കാഠിന്യവും കൂടുതലായിരിക്കും അല്ലെ. അപ്പം എത്രത്തോളം ഹൈ ആയിട്ട് നമ്മൾ റേസ് ചെയ്യുന്നു അത്രത്തോളം വീഴ്ച കടുപ്പമായിരിക്കും. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ സ്പെഷ്യൽ ഫേവർ കിട്ടിയ ആൾക്കാരാണ്. എന്നിട്ട് അവർ ഈ തിന്മ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ശിക്ഷയും വലുതായിരുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബനി ഇസ്രായേലിന് അവരുടെ മതം കുറച്ച് കഠിനമായിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾക്ക് അൽഹംദുലില്ലാ നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷെ ബനി ഇസ്രായേലിന് ഒരിത്തിരിയും കൂടെ ഹാർഡായിരുന്നു. കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻസ് അവരുടെ മേലെ ഉണ്ടായിരുന്നു. റീസൺ ഒന്ന് ഇത് തന്നെ, അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. രണ്ട്, ഈ കൊടുത്ത അനുഗ്രഹങ്ങൾക്കൊക്കെ പുറമെ അവർ കണക്കില്ലാത്തത് ചെയ്തു കൂട്ടിയിട്ടുണ്ട് തിന്മകൾ. അപ്പൊ അവര് തിന്മ ചെയ്ത് കൂട്ടുമ്പോൾ അള്ളാഹു അവരുടെ മുകളിൽ വീണ്ടും വീണ്ടും ഇമ്പോസ് ചെയ്യാണ് ഹാർഡർ ആയിട്ടുള്ള റൂൾസ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. ഫഖ്തുലു അൻഫുസകും ദാലികും ഖൈറുൻ ലക്കും ഇൻദ ബാരിയക്കും. അപ്പം അവര് ഇപ്രകാരം ചെയ്തതിന് ശേഷം ഫതാബ അലൈക്കും, അങ്ങനെ അവൻ അവരിലേക്ക് മടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് കാരുണ്യം കൊണ്ട് മടങ്ങി. തൗബ അല്ലെ, നമ്മൾ ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എന്നാലും പറയാണ്. എന്താണ് തൗബ? തൗബ ഒരു അടിമ ചെയ്യുമ്പം അവൻ ചെയ്ത തിന്മയെ അല്ലെങ്കിൽ തെറ്റിനെ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങലാണ്. അള്ളാഹു ചെയ്യുമ്പം അവന്റെ പശ്ചാത്തപം സ്വീകരിച്ച് അടിമയിലേക്ക് കാരുണ്യം കൊണ്ട് മടങ്ങലാണ്. അത് രണ്ടും വ്യത്യാസമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, നമുക്ക് ചില കാര്യങ്ങൾ കേട്ടിട്ടും മനസ്സിലായിട്ടും മാറാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ടാവും. നമ്മൾ കുറച്ച് നാളായാലും ഖുർആൻ പഠിച്ചു തുടങ്ങിയിട്ടല്ലോ, ഞാൻ അത് വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇത് വിചാരിച്ചു. ഖുർആനിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പല പല സാഹചര്യങ്ങളും. അന്ന് നമ്മൾ തൗബന്റെ കാര്യം പറഞ്ഞത് ആദം അലൈഹി ഇസ്ലാമിന്റെ തിന്മയുടെ കാര്യത്തിലായിരുന്നു അല്ലെ. ഇപ്പം കുറച്ച് അടുത്ത പേജിൽ എത്തിയിട്ടുള്ളൂ. ഒരു 2 പേജും മറിച്ചപ്പോഴേക്ക് ബനി ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇതേ തൗബ വരാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത ഫ്ലേവേഴ്സിൽ വ്യത്യസ്ത എക്സാമ്പിൾസ് വെച്ചിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഒരേ കാര്യം വീണ്ടും 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 എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ചിലപ്പം ആദ്യം തലയിൽ സ്ട്രൈക്ക് ആയവർക്ക് ഇത് അത്ര വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എന്നാൽ അന്ന് കത്താത്തവർക്ക് പലർക്കും ഇന്നത് കത്തിയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം നിരാശ വേണ്ട, ഞാൻ അത്രയും പഠിച്ചിട്ട് മാറുന്നില്ലല്ലോ, അല്ലോ എനിക്ക് മാറാൻ പറ്റുന്നില്ലല്ലോ എന്ന് വേണ്ട.
പേഷ്യൻസ്, സബർ കാണിക്കുക, റബ്ബിൻ്റെ അടുത്ത് ദുആ ചെയ്യുക. റബ്ബ് എന്തായാലും ഹെൽപ്പ് ചെയ്യും. കാരണം റബ്ബ് ഖുർആൻ ആ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ അറിഞ്ഞിട്ട് നമ്മളുടെ റബ്ബ് അല്ലെ, അള്ളാഹുവിന് നമ്മളെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അള്ളാഹ് ഇതേ കാര്യം ഇനിയും 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 നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. അപ്പം തൗബ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഭാഗത്തു നിന്നുള്ള തൗബ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടിമയിലേക്ക് കാരുണ്യം കൊണ്ട് മടങ്ങലാണ്, അവന്റെ പശ്ചാത്താപം സ്വീകരിക്കലാണ്, അവന് പുറത്തു കൊടുക്കലാണ്. ഫതാബ അലൈക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ്, അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. എന്തുകൊണ്ടാ സ്വീകരിച്ചത്? ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, അവനാണ് എന്ത്, ഏറ്റവും കാരുണ്യമുള്ളവനും ഏറ്റവും എന്താണ് അധികം തൗബ സ്വീകരിക്കുന്നവനും. ഗ്രേറ്റസ്റ്റ് ആക്സെപ്റ്റർ ഓഫ് റിപ്പൻറ്റൻസ്. അതിനേക്കാളും വലിയ തൗബ സ്വീകരിക്കുന്ന ആരും ഇല്ല അല്ലെ. റിപ്പീറ്റഡ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല തൗബ സ്വീകരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല കാരുണ്യം കൊടുത്തുകൊണ്ടേയിരിക്കും. അത്തവാബ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരാണ്, റഹീം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരാണ് അല്ലെ. ഈ ഒരു ആയത്തിൽ മാത്രം 3 പേരുകൾ അള്ളാഹുവിൻ്റെത് വന്നിട്ടുണ്ട്. ഇവിടെ തവാബില് ഒരു ശ്രദ്ധയുണ്ട് അല്ലെ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ശ്രദ്ധയുണ്ടെങ്കിൽ അവിടെ ഒരു ഉണ്ടാവും, ഒരു കടുപ്പം ഉണ്ടാവും, ഒരു ഇന്റൻസിറ്റി ഉണ്ടാവും. അപ്പം തവാബ് എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം തൗബ സ്വീകരിക്കലല്ല, വീണ്ടും 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 തൗബ സ്വീകരിക്കലാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരെ കാര്യം എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ആണോ റബ്ബിന്റെ അടുത്ത് ഇസ്തിഗ്ഫാർ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങിയിട്ടുള്ളത്? എത്ര പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു ദിവസം തന്നെ നമ്മൾ എത്ര തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഏറ്റു പറയുന്നുണ്ട്, വീണ്ടും 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 അല്ലെ. കാരണം നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല പുറത്ത് തന്നുകൊണ്ടേയിരിക്കുകയാണ്. തവ്വാബ്. നമ്മളടുത്ത് ആരെങ്കിലും ഒരാൾ ഇതുപോലെ ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മളോട് ഒരു അപ്പോളജി, സോറി ഒക്കെ പറഞ്ഞു, കുഴപ്പമില്ല, സാരമില്ലടാ, പോട്ടെ എന്ന് പറയാം. 2ാമത്തെ പ്രാവശ്യം വീണ്ടും ചെയ്തിട്ട് വീണ്ടും വന്ന് പറയാം, അപ്പോഴും നമ്മൾ കുഴപ്പമില്ല, പ്രശ്നമില്ല, നീ ഇനി ചെയ്യാതെ നോക്കിയാൽ മതി. 3ാമത്തെ പ്രാവശ്യം വന്നു, ഓക്കെ. 4ഉം 5ഉം 6ഉം പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, മിണ്ടാണ്ട് പോയേ, ഓക്കെ ഇനി ഇത് നടക്കൂല കേട്ടോ, ഈ പരിപാടി നടക്കൂല, നീ ഈ കാര്യത്തിൽ സീരിയസ് ഒന്നുമല്ല, വെറുതെ സോറി പറയാൻ മാത്രം, നീ തിരുത്തുന്നൊന്നുമില്ല അല്ലെ. എന്തായാലും നമ്മൾ അങ്ങനെ പറയുള്ളൂ. നമ്മളെ മക്കളുടെ അടുത്ത് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല അത്തവാബാണ്. അല്ലാഹു തൗബ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും, പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അതും ഒരാളിൽ നിന്നല്ല, ഒരുപാട് ആളുകളിൽ നിന്നല്ലേ. എത്ര ആൾക്കാരുണ്ട് അള്ളാഹുവിന്റെ അടുത്ത് തൗബ ചെയ്ത് മടങ്ങുന്നത്? നമുക്കറിയില്ല, റബ്ബിന് മാത്രമേ അറിയുള്ളൂ, നമുക്ക് എണ്ണാൻ പറ്റൂല. അള്ളാഹു അവരിൽ ഓരോരുത്തരുടെയും തൗബ റബ്ബ് സ്വീകരിക്കുന്നുണ്ട്. ഓരോരുത്തരും എത്ര പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാലും സ്വീകരിക്കുന്നുണ്ട്. അതും കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്കല്ല, ഏറ്റവും വലിയ തെറ്റുകൾക്ക് പോലും, വലിയ പാപങ്ങൾക്ക് പോലും, ഈവൻ ഷിർക്ക് ചെയ്താൽ പോലും, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഒരു പാർട്ട്ണറെ കൊടുത്താൽ പോലും അള്ളാഹു അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് 99 ആളെ കൊന്ന ഒരാളുടെ കാര്യം അറിയാലേ, അള്ളാഹു സുബ്ഹാനഹു തആല തൗബ സ്വീകരിച്ച കഥ. നമ്മൾ ഷിർക്കിന്റെ കാര്യം പറയുമ്പോൾ ഷിർക്ക് ഏറ്റവും വലിയ പാപമാണ്. പക്ഷെ ഷിർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ പുറത്തു കൊടുക്കൂല. കാരണം മറ്റു തെറ്റുകൾ ഒരു പക്ഷെ നമ്മൾ തൗബ ചെയ്ത് അതിനായിട്ട് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിലും റബ്ബിന്റെ കാരുണ്യം കൊണ്ട് ചിലപ്പം പുറത്തു തന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ ജനറൽ ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് പുറത്തു തന്നേക്കാം, അല്ലെങ്കിൽ അതിന് പകരം നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നന്മ കൊണ്ട് മായ്ച്ചു കളഞ്ഞേക്കാം. പക്ഷെ ഷിർക്കാണ് ചെയ്തതെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ റബ്ബ് സ്വീകരിക്കൂല. നമുക്കറിയാം, അമുസ്ലിങ്ങൾ നമ്മുടെ ദീനിലേക്ക് വരുമ്പോൾ അല്ലെ, അവര് അമുസ്ലിം ആയിരിക്കുന്ന കാലം അത്രയും അവര് ഷിർക്ക് ചെയ്തവരാണ്. പക്ഷെ അവര് ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ പഴയ റെക്കോർഡ്സ് ഒക്കെ ഡിലീറ്റ് ആയി അല്ലെ. അപ്പം ഷിർക്ക് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല പൊറുക്കൂല എന്നുള്ള ധാരണ തെറ്റാണ്. ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങി കഴിഞ്ഞാൽ പൊറുക്കും, പക്ഷെ തൗബ ചെയ്ത് മടങ്ങിയാലേ പൊറുക്കുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയി കഴിഞ്ഞാൽ ഒരിക്കലും അയാളോട് പൊറുക്കാൻ പറ്റൂലല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം മറ്റു തിന്മകൾ ഈ പറഞ്ഞ പോലെ അല്ലാത്ത രീതിയിലും ചിലപ്പം പൊറുക്കപ്പെട്ടേക്കാം. അതിനർത്ഥം മറ്റു തിന്മകൾ ചെയ്തിട്ട് തൗബ ചെയ്ത് മടങ്ങണ്ട, ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടെന്നൊന്നും അല്ല കേട്ടോ. അത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ചിലപ്പോൾ പൊറുക്കപ്പെട്ടേക്കാം എന്നേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും ഹെവി ആയിട്ട് തിന്മകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും നമ്മൾ രക്ഷപ്പെട്ടെന്ന് വരൂല. അപ്പം തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടേയിരിക്കുക. ഷിർക്കിന്റെ കാര്യത്തിൽ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക, മിസ്സാക്കരുത്. തൗബ ഷിർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ദുആകളൊക്കെ
പ്രത്യേകം പഠിച്ചു വെക്കുക. പുറമേ ഷിർക്ക് എന്താന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ മനസ്സിലാക്കിയതിന് അപ്പുറത്തേക്ക് ഷിർക്കും തൗഹീദും നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അള്ളാഹു ആണ് ഏറ്റവും വലിയ തൗബ സ്വീകരിക്കുന്നവൻ. പ്ലസ് അർ-റഹീം ആണ് അല്ലെ, അവൻ കാരുണ്യം കാണിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ്. എപ്പോഴും കാരുണ്യം കാണിക്കും, എല്ലാരോടും കാണിക്കും അല്ലെ. നമ്മളിതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു സുമ്മ അഫൗന അൻകും. അള്ളാഹു സുബ്ഹാനഹു തആല അവരാ പശുക്കുട്ടീനെ എടുത്തിട്ടും അവര് ഇബാദത്ത് ചെയ്തിട്ടും അള്ളാഹു കാരുണ്യം കാണിച്ചു, അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇവിടെ എന്താ പറയുന്നത്, അവർക്ക് പണിഷ്മെന്റ് എടുക്കേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അള്ളാഹുവിന്റെ പൊറുക്കൽ എന്ന് പറയുന്നത് പണിഷ്മെന്റ് വേണ്ട കാര്യത്തിൽ പണിഷ്മെന്റ് ചെയ്താലാണ് പുറത്തു കൊടുക്കുക. അവിടെ ആ ഒരു പറഞ്ഞതിന് അള്ളാഹു ഇവിടെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. തൗബ ചെയ്യേണ്ട കേസിൽ, അതായത് എന്തെങ്കിലും പണിഷ്മെന്റ് ഉള്ള കേസിൽ, കഫാറ ചെയ്യേണ്ട കേസിൽ അത് ചെയ്ത് കഴിയുമ്പോഴാണ് അള്ളാഹു പുറത്ത് കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു കേസിൽ ഒരു പണിഷ്മെന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് പുറത്തു കൊടുത്തു. ഫതഅബ അലൈക്കും ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ഇതിൽ നിന്നുള്ള ലെസൺസ് നോക്കാം. നമ്മൾ ചെയ്ത എന്ത് തെറ്റുകളും എത്ര വലുതാണെങ്കിലും, എത്ര പൊറുക്കപ്പെടൂല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതാണെങ്കിലും അള്ളാഹുലേക്ക് തിരിയാ. അതിന് ഒരു നാണവും വിചാരിക്കണ്ട അള്ളാഹുവിന്റെ അടുത്ത് സോറി പറയാൻ വേണ്ടിയിട്ട്. കാരണം അള്ളാഹു അത്രക്ക് വലിയ ഔദാര്യവാനാണ്. അള്ളാഹു തവ്വാബാണ്. അള്ളാഹു പുറത്തു തന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു റഹീമാണ്. അള്ളാഹു നമുക്ക് മനുഷ്യന്മാരുടെ അടുത്ത് ചിലപ്പം ചെയ്ത തെറ്റ് പറഞ്ഞ് സോറി പറയാൻ ചെറിയൊരു മടി ഉണ്ടാവും അല്ലെ, ഒന്ന് ചമ്മലുണ്ടാവും, അല്ലെങ്കിൽ അവര് നമുക്ക് പുറത്തു തരൂല എന്നുള്ള തോന്നലുണ്ടാവും, അല്ലെങ്കിൽ അവര് നമ്മളോട് എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ പ്രതികരിക്കുമോ എന്നുള്ള പേടി ഉണ്ടാവും അല്ലെ. പലപ്പോഴും നമുക്ക് സോറി പറയാൻ ചെറിയൊരു മടിയാണ്, പറയുകയാണെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല തവ്വാബാണ്. എന്ത് തന്നെ ചെയ്താലും തിരിഞ്ഞുകൊണ്ടിരിക്കുക റബ്ബിലേക്ക്. അള്ളാഹ്ക്ക് മാത്രമേ പുറത്ത് തരാൻ പറ്റുള്ളൂ. അത് ഒരിക്കലും നിർത്തണ്ട, നമ്മളെ ജീവിതത്തിന്റെ മെയിൻ പാർട്ടാക്കി മാറ്റുക. ഇനി നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മളെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്, അത് ഓർക്കുക. നമ്മളോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ തിന്മ ചെയ്യുന്നത് കുറയ്ക്കുക. ഇനി ചെയ്തു കഴിഞ്ഞാൽ തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടേയിരിക്കുക, അത് നിർത്തുക ചെയ്യരുത്. അടുത്തത്, ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മൂസാ അലൈഹിസ്സലാം ചെയ്തതുപോലെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും അവരുടെ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ സ്ഥിരമായി അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ വളരെ നൈസായിട്ട് സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ച് അവരുടെ തെറ്റുകൾ, ഒരിക്കലും ഈ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നല്ല, അള്ളാഹു സുബ്ഹാനഹു തആല ഇതാ പറഞ്ഞത്. ഓക്കെ, അത് സ്നേഹത്തോടു കൂടി പറയാന്ന് വെച്ചാൽ പറഞ്ഞ് വെറുപ്പിച്ച് പിന്നാലെ നടക്കുക എന്നുള്ളതല്ല. ചിന്തിക്കാൻ സമയം കൊടുക്കുക, നല്ല ഹിക്മത്തോടു കൂടി പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇപ്പൊ ഈ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പലതും കേൾക്കുമ്പോൾ അല്ലെ, നമുക്ക് ഒന്നിനോടും ഒരു അവേർഷൻ അതായത് ഇതെന്താണിത്, എന്നെ കൊണ്ട് കഴിയില്ല മാറാൻ നമുക്ക് തോന്നുന്നില്ലല്ലോ. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളിലേക്ക് ആ ഒരു സ്വീകാര്യത ഇട്ട് തന്നതാണെന്നുള്ളത് ശരി തന്നെ. പക്ഷെ എല്ലാത്തിനും നമുക്കൊരു ഹിക്മത്ത് കിട്ടുന്നുണ്ട് അല്ലെ. എല്ലാത്തിലും നമുക്ക് ആ ഒരു അഖൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പോയിന്റ്സ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ചിന്തയും പ്രവൃത്തിയും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പലരും തെറ്റുകൾ തിരുത്താത്തത് ഒരുപക്ഷെ അവർക്ക് ഈ തരത്തിലുള്ളത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഹിക്മത്ത്, നമ്മളുടെ ഇന്റലക്റ്റിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും മനുഷ്യന്മാരെ ചിന്തിക്കും. ഒരു നോർമൽ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ ചിന്തിക്കുകയും ചെയ്യും, മാറാൻ ശ്രമിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ പലരെയും തിരുത്തുന്ന രീതികൾ അല്ലെങ്കിൽ നമ്മളുടെ അപ്രോച്ചുകൾ മാറാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ ഹിദായത്ത് റബ്ബ് കൊടുക്കുന്നത്, കാരണം അത് അവരുടെ ഹൃദയത്തിനുള്ളതിനനുസരിച്ചാണ്. അതിൽ നമുക്കൊരു കൺട്രോളും ഇല്ല അല്ലെ. പക്ഷെ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. എന്താ തിരുത്തേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം, തെറ്റെന്താന്ന് പറഞ്ഞു കൊടുക്കാം, തെറ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടതെന്നും സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാം. മൂസാ അലൈഹിസ്സലാം അവര് തെറ്റ് കാണിച്ചു കൊടുത്തു, സ്നേഹത്തോടു കൂടി കാണിച്ചു കൊടുത്തു, എന്നിട്ട് എന്താ ചെയ്യേണ്ടത് തിരുത്താനെന്നുള്ളതും പറഞ്ഞു കൊടുത്തു. അപ്പം അത് ആ ഒരു രീതി നമ്മൾ പഠിക്കുക, ആ ഒരു രീതി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. റബ്ബ് നമുക്ക് എളുപ്പമാക്കി തരട്ടെ, നമ്മൾ ചെയ്യുന്ന തിന്മകൾ തിരിച്ചറിയാനും കുറ്റബോധം ഉണ്ടാവാനും തൗബ ചെയ്ത് മടങ്ങാനും അത് പിന്നീട് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും, ഇനി റിപ്പീറ്റ് ചെയ്താൽ വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് ഡെസിഷൻ എടുത്തിട്ട് അത് നിർത്താനും, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു ഹെൽപ്പ് കിട്ടുന്നത് വരെ ഏതൊരു തെറ്റിലും നമ്മൾക്ക് തൗബ ചെയ്തുകൊണ്ട് റബ്ബിന്റെ അടുത്തേക്ക് മടങ്ങാനുള്ള എന്താ പറയാ ആത്മാർത്ഥതയുള്ള ആളുകളായിട്ട് മാറാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്.
اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. قولوا قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.